ഇങ്ങനെ പറയുന്ന എല്ലാ അച്ഛന്മാരും, നിങ്ങളുടെ ആരെങ്കിലും അച്ഛന്മാരുണ്ടെങ്കിൽ അവരെ ഞാൻ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതല്ല, അവരെല്ലാം ഒരു ബലാത്സംഗ സംസ്കാരത്തിൻ്റെ വക്താക്കളാണ്. എന്താ ഈ ബലാത്സംഗ സംസ്കാരം എന്നറിയാം നിങ്ങൾക്ക്? ഈ ഗോവിന്ദചാമി അടുത്ത്, പിന്നെ മറ്റേ ഡൽഹിയിൽ മറ്റേ തൂക്കിക്കൊന്നവന്മാരടുത്ത് BBC ഡോക്യുമെൻ്ററി സമയത്ത് ചോദിച്ചു, എന്തിനാ നിങ്ങൾ അപ്പോൾ അവർ പറഞ്ഞെന്താ പറയുക, രാത്രി 9:30 പുറത്തിറങ്ങി നടക്കുന്ന ഒരു പെണ്ണ് എന്തിനു നടക്കുക? ലൈംഗിക ദാഹം കൊണ്ടല്ലേ എന്ന് പറയുന്ന ആ റേപ്പിസ്റ്റിൻ്റെ ഫിലോസഫി എൻഡോഴ്സ് ചെയ്യുന്ന മാതാപിതാക്കൾ ഈ നാട്ടിലുണ്ട്. ആ മാതാപിതാക്കൾ പറയുന്നത് എന്താണെന്നറിയോ? രാത്രി ഒരു 8 മണിയൊക്കെ കഴിഞ്ഞാലേ പുറത്തിറങ്ങിയ അപകടമാണേ, വീട്ടിലിരിക്കണം. അത് എങ്ങനെ ഇരിക്കണം? അടങ്ങി ഒതുങ്ങിയിരിക്കണം. എസ് ശ്രീജിത്ത് IPS, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെല്ലാം തന്നെ കേൾക്കാൻ വളരെ ഉജ്ജ്വലമാണ്, രസകരമാണ്, വളരെ ലളിതവുമാണ്. അദ്ദേഹം കുറച്ചുനാൾ മുമ്പ് ഒരു സിവിൽ സർവീസ് പരിശീലന വേദിയിൽ ജാതീയത പറഞ്ഞു എന്നാരോപിച്ച് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കേരളത്തിലെ ഡോമിനന്റ് കാസ്റ്റ് നായരാണെന്നും തറവാട് എന്ന സങ്കല്പം അവരിൽ നിന്നുമാണ് ഉണ്ടായതെന്നുമായിരുന്നു അന്നത്തെ പ്രസ്താവന. UPSCയുടെ കേരളയുടെ യൂട്യൂബ് പേജിലാണ് ഈ വീഡിയോ പങ്കുവച്ചതും. പരിശീലന ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഫിദ എന്ന മുസ്ലിം പെൺകുട്ടിയോട് തറവാട്ടിൽ ആരൊക്കെയുണ്ടെന്ന് എസ് ശ്രീജിത്ത് ചോദിക്കുന്നുണ്ട്. ആ കുട്ടി എല്ലാവരും ഉണ്ടെന്ന മറുപടിയും പറയുന്നു. എന്നാൽ ഫിദയ്ക്ക് എന്നാടോ തറവാട് വന്നത് എന്നായിരുന്നു ശ്രീജിത്ത് സദസ്സിനോട് ചോദിച്ചത്. ഫിദ ഇസ്ലാം അല്ലേ? നിനക്ക് എവിടെയാടോ തറവാട്? ഈ തറവാട് എന്നത് നായർ കൺസെപ്റ്റാണ്. തറവാട് എന്ന വാക്ക് നായരുടെ വാക്കാണ്. ഇവിടെയുള്ള എല്ലാവരും ഇപ്പോൾ തറവാട് എന്ന് പറയും, മനസ്സിലായോ? നമ്പൂതിരിയാണ് ഡോമിനന്റ് കാസ്റ്റ് എങ്കിൽ നമ്മൾ ഇല്ലം എന്നതിനെ അല്ലെങ്കിൽ മന എന്ന് പറയും. ഇപ്പോൾ ആശാരിമാരും ഈഴവന്മാരും തറവാട് എന്ന് പറയും. ദാ ഫിദ പറയുന്നു തറവാടാണ്. എടോ, നിങ്ങൾക്ക് ജാതിയില്ല എന്ന കാര്യം അറിയുമോ? പ്രവാചകന് ജാതി ഉണ്ടായിരുന്നു. എന്നാൽ ഇവർ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു പ്രത്യേക ജാതിയുടെ ഭാഷകൾ മാത്രം ഉപയോഗിക്കുന്നു, സംജ്ഞകൾ മാത്രം ഉപയോഗിക്കുന്നു. അതാണ് ഡോമിനന്റ് കാസ്റ്റിന്റെ പ്രത്യേകത എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ വിഷയം വളരെയധികം വിമർശനാത്മകമായിരുന്നു. ഒട്ടേറെ വിമർശനങ്ങളാണ് ഇതിനെ തുടർന്ന് ഉയർന്നു വന്നത്. പക്ഷെ ഇത് മാത്രമാണോ? ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അതും നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ? കുറച്ചു നാളുകൾക്ക് ശേഷമാണെങ്കിലും ഇത് വീണ്ടും കേൾക്കുമ്പോൾ പല കാര്യങ്ങളും ആ ഒരു പ്രസംഗത്തിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. നമ്മൾ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്, കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ ഒരു സംഭവം, ഈ ഒരു വിമർശനാത്മകമായ ഈ കാര്യം പറയുമ്പോഴും അതിന് പിന്നിലേക്ക് നമ്മൾ കുറച്ച് ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോഴും അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് നമുക്ക് ചികഞ്ഞു നോക്കാൻ തന്നെ കഴിയും. വെറുതെ ഒരു വാക്കിന്റെ പുറത്ത് എന്തിനാണ് ഇത്രയേറെ അസഹിഷ്ണുത കാണിക്കുന്നത് എന്നതും മറ്റൊരു കാര്യം. എന്തായാലും അദ്ദേഹത്തിന്റെ കേട്ടിരിക്കേണ്ട ഒരു പ്രസംഗം തന്നെയാണ് ഇത് എന്നതിൽ ഒരു സംശയവുമില്ല. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകും. ഈ ഒരു വിഷയം മാത്രമല്ല, ഇത് കേട്ടിരിക്കേണ്ട ഒരു അദ്ദേഹത്തിന്റെ ഒരു മോട്ടിവേഷണൽ ക്ലാസ് കൂടിയാണ്. അപ്പോൾ സാറിന്റെ കരിയറിലൊക്കെ ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് മോളിന്ന് സാറിന്റെ സീനിയർ ഓഫീസേഴ്സിൻ്റെ ഒക്കെ പ്രഷറും ആ ടൈമിലൊക്കെ സാർ എങ്ങനെയാണ് അതിനോട് ചെയ്യല്? എനിക്ക് ഒരു പ്രഷർ ഒന്നും എൻ്റെ സീനിയർ ഓഫീസേഴ്സിൻ്റെ അടുത്ത് വന്നിട്ടില്ല. രാഷ്ട്രീയക്കാരെന്ന് നിങ്ങൾ ഈ സിനിമയിൽ മറ്റേ ഈ കമ്മീഷണർ സിനിമയില്ലേ, ശുദ്ധ പോഷ്ക. അടുത്ത മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ സാധനം ഏതാ, മറ്റേ ഗപ്പൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ സിനിമ ഏതായിരുന്നു? രാവണ പ്രഭു. അതിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ മറ്റേ ഈ സിദ്ദിഖിനെ മോഹൻലാൽ അടിച്ചിടുന്ന കണ്ടിട്ട് ഇങ്ങനെ കൈയടിച്ച് കൂട്ടുന്നുണ്ട്. സിനിമയിലെ നടക്കൂട്ടാ, ഞങ്ങളൊരാളെ തൊട്ടാൽ വിവരം അറിയും. അത് ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് ഒരു ട്രാൻസ്ഫറോ ഒരു പണിഷ്മെൻറ്റോ ഒക്കെ ആയിരിക്കും. പക്ഷെ അപ്രൈറ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആണെങ്കിൽ ഈ അലക്കുകാരൻ്റെ പണി പോലെയാണ്. അലക്കുകാരന് ഇന്ന കടവ് തന്നെ അലക്കണമെന്ന് നിർബന്ധമുണ്ടാ. അവന് കുറേ തുണി കിട്ടണോ, എവിടെ നിന്നാലും അവന് അലക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര പ്രഷറാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രഷറിന് സക്കം ചെയ്യുന്ന ആൾക്കാർ നമ്മളുടെ ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ, പുറത്തുള്ള കാര്യം എനിക്ക് അത്ര പറയാൻ അറിയില്ല. ഞാൻ കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയക്കാരനും നമ്മളോട് ഒരു ക്രമവിരുദ്ധമായിട്ടുള്ളൊരു കാര്യം പറയില്ല. ചിലപ്പോൾ അവർക്ക് കുറേ താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ പറയും ഒന്ന് നോക്ക് പറ്റുമോ. അപ്പോൾ നമ്മൾ പറയും സാറേ ഇത് ഇന്ന കാരണം വെച്ചാൽ പറ്റില്ല. നിങ്ങൾ പോയിട്ട് ഞാൻ സുരേഷ് ഗോപി കളിക്കരുത്,
നിങ്ങൾ മര്യാദയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ നല്ല തന്മയത്വമായിട്ട് സാർ ഇങ്ങനെ ചെയ്താൽ ഇന്ന ഭവിഷ്യത്തുണ്ട്, സാറിനും ദോഷമാണ്, സമൂഹത്തിനും ദോഷമാണ്, നമുക്ക് ദോഷമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരു രാഷ്ട്രീയക്കാരനെയും ഞാൻ കണ്ടിട്ടില്ല. അതൊരു സത്യമാണ്. അത് ഇപ്പോൾ ഏത് രാഷ്ട്രീയം എന്നില്ല, ഏത് രാഷ്ട്രീയക്കാരനായാലും കാര്യം പറഞ്ഞവർക്ക് മനസ്സിലാവാറുണ്ട്. സീനിയർ ഓഫീസേഴ്സിന് അപൂർവം ചില സന്ദർഭത്തിൽ അവർ പ്രഷറിലാവുമ്പം അവർ ചിലപ്പോൾ കുറച്ച് ചീത്തയൊക്കെ വിളിക്കും, എന്തെങ്കിലുമൊക്കെ പറയും, അങ്ങനെ ചെയ്യണമെന്ന് പറയും, ഇങ്ങനെ ചെയ്യണമെന്ന് പറയും, നമ്മൾ ചിലപ്പോൾ പണിഷ് ചെയ്തു വരും. അതൊക്കെ ഇതിൻ്റെ ഭാഗമല്ലടോ. അത് വളരെ സന്തോഷമായിട്ട് വാങ്ങണം. എനിക്ക് ഇങ്ങനെ കുറേ തെറി കേട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാത്തിനും കൂടിയാണ് നമുക്ക് പൈസ തരുന്നത്. സർക്കാർ നമുക്ക് ശമ്പളം തരുന്നത് എന്തിനാണെന്നറിയാം? ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ട് നാട്ടുകാർക്ക് പറ്റുന്ന തരത്തിലൊക്കെ നീതി എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. പോലീസിന് ഉള്ള പവേഴ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഭയങ്കരമാണ്, ഭീകരമായ പവേഴ്സാണ്. ഇത്ര അധികാരം എന്തിനാണ് പോലീസിൽ കൊടുത്തതെന്ന് നിങ്ങൾക്കറിയോ? ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടും അവർക്ക് വേണ്ടി ഉറക്കം ഉളച്ച് പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മൾ പണിയെടുക്കുന്നത് കൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ള ജീവിതങ്ങൾ എത്രയാണെന്നോ, എന്തൊക്കെ ക്രൈംസ് അവോയ്ഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നോ ആരും കണക്കെടുക്കില്ല. ഒരു തെറ്റ് സംഭവിച്ചാൽ മനുഷ്യ സഹജമായ തെറ്റുകളായിരിക്കും പലപ്പോഴും. ഒരു തെറ്റ് സംഭവിച്ച ഒരു കാരുണ്യം ഇല്ലാണ്ട ജനങ്ങൾ നമ്മളോട് പെരുമാറുക. അവൻ അല്ലെങ്കിലേ കളാൻ എനിക്ക് പണ്ടേ അറിയാം. ഞാൻ 2012 ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഹൈദരാബാദിലെ പോലീസ് അക്കാഡമിയിൽ വീണ്ടും ഒരു ഇൻ സർവീസ് കോഴ്സിന് പോയിട്ട് അവിടുന്ന് ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലണ്ടനിലൊരു ട്രെയിനിങ്ങിന് പോകാൻ വേണ്ടി ഞാൻ പോവാം. അപ്പോൾ ഇവള് ഹൈദരാബാദിലേക്ക് എൻ്റെ കൂടെ 6 ആഴ്ചയുണ്ട്. അപ്പോൾ അത്രയും ദിവസം പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ കൂടെ വന്നാൽ. ഞാനും അദ്ദേഹം കൂടെ ഉച്ചയ്ക്ക് നമുക്ക് ലഞ്ചിൻ്റെ റിസസിൻ്റെ സമയത്ത് TV ആണ്. അപ്പോൾ നാട്ടിലത്തെ TV ഒക്കെ എന്തൊക്കെയാണ് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും തോന്നിയ ദിവസം പറയുന്നുണ്ടെന്നൊക്കെ നോക്കണമല്ലോ. ചാനൽ വെച്ചപ്പോൾ ഒരാളെ കാണിച്ചു തരാം. ശ്രീജിത്ത് IPS ഇന്നലെ രാത്രി മർദ്ദിച്ച് അവശനാക്കിയ ആളാണ് ഈ ഇരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് പറയൂ സാർ, താങ്കളുടെ പേരെന്താണ് സാർ? ഷാജി. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ കിടന്നിറങ്ങുമ്പോൾ ഇയാൾ രാത്രി വീട്ടിൽ ചവിട്ടി പൊളിച്ച് കയറി വന്ന് എന്നെ തല്ലി പിടിച്ച് കൊന്ന്. അപ്പം ഞാനൊരു 6 ദിവസമായിട്ട് ഹൈദരാബാദിലാണ്, ഈ നാട്ടിലില്ല. പക്ഷെ എന്താണെന്ന് പറയുന്നത്, ഇവരറിഞ്ഞില്ല. കാരണം MCTP എന്ന് പറഞ്ഞൊരു സാധനമാണ്, മിഡ് കരിയർ ട്രെയിനിങ് പ്രോഗ്രാം. ഇതിന് എന്ത് പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കോട്ടയത്ത് SP ആയിട്ടുള്ള ഞാൻ എറണാകുളത്ത് ഒരു കോടതിക്ക് വന്നിട്ട് മടങ്ങേണ്ട ദിവസമാണ്. ഇത് കണക്കാക്കിയിട്ട് ഞാൻ എറണാകുളത്ത് ഉണ്ടാവും എന്ന് കണക്കാക്കിയിട്ടാണ് ഈ കഥ മെനഞ്ഞത്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ ട്രെയിനിങ് ഉടനെ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അടുത്ത ഇൻക്രിമെൻറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്നെ ഭീഷണിപ്പെടുത്തി. എവിടുന്ന് MHA മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. അപ്പോൾ ഞാൻ 2 കൽപ്പിച്ചിട്ട് പോയത് ആരും അറിഞ്ഞില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെ കള്ളം മെനയുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലൊരു വലിയ വിഭാഗം ആൾക്കാർ. ഇത് വിശ്വസിക്കാനായിട്ട് നിങ്ങളിൽ ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, പണ്ടൊരു കിള്ളി സംഭവം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ ഒന്നും ഓർമ്മയില്ല. ഇപ്പോഴത്തെ നിങ്ങളുടെ കോഴിക്കോട് IG ആയിട്ടുള്ള അശോക് യാദവ് എന്ന് പറഞ്ഞ ആൾ തിരുവനന്തപുരം റൂറൽ SP ആയിരുന്നു. അപ്പം കിള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഭയങ്കരമായ അതിക്രമം നടന്നു, വീടുകൾ തല്ലിപ്പൊളിച്ച് പോലീസ് കയറി നടന്നു. അപ്പോൾ ആ തല്ലിപ്പൊളിച്ച കുറേ സീനൊക്കെ പത്രത്തിലൊക്കെ വന്നു. TV തല്ലിപ്പൊളിച്ചു. TV നിങ്ങൾ എവിടെയാണ് തല്ലിപ്പൊളിക്കുക? ഒരാൾ TV നമുക്ക് തല്ലിപ്പൊളിക്കണം, എവിടെയാണ് തല്ലിപ്പൊളിക്കുക? നിങ്ങളൊരു വടി എടുത്തിട്ട് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരു TV വെച്ചിട്ടുണ്ട്, ആ സാധനം തല്ലിപ്പൊളിക്കണം, ഇവിടെ നേരെ പോയിട്ട് അതിന് മോത്തക്കല്ല അടിക്കുക. അതിൻ്റെ പുറകിൽ ഹിഞ്ച് ഉള്ളിടത്ത് കറക്റ്റ് അടിച്ചാൽ ഹിഞ്ച് ഇങ്ങനെ പിടിപ്പിക്കുമോ? മനസ്സിലായില്ല. അതായത് TV പൊളിച്ചു എന്ന് പറയണത് TVയുടെ പുറകിലുള്ള ഭാഗമൊന്നും പഴയ വലിയ TV ആണ്, പണ്ടാരമായിട്ട് ആ സാധനം കറക്റ്റായിട്ട് ഇങ്ങനെ വിട്ട് കിടക്കുന്ന പടം. എന്താ വെച്ചാൽ പത്രക്കാർ എടുക്കാൻ വേണ്ടി വെച്ചതാണ്. രാവിലെ 2:45 പോലീസ് കയറി അതിക്രമം കാണിച്ചു. ചോറ് വെന്ത് കിടക്കുന്ന കലം അടിച്ചു പൊട്ടിച്ചിരിക്കുക. 2:45 ഏത് വീട്ടിലാണോ ചോറുണ്ടാക്കുക? ഇതാരും ചോദിക്കൂല, ഇത് വിശ്വസിക്കും. ഈ ഇതെന്താ കാര്യം എന്നറിയോ? 2:45 വന്ന് റെയ്ഡൊക്കെ കഴിഞ്ഞ് കുറേ പേരെ പിടിച്ച് പോലീസ് കൊണ്ടുപോയി. പിറ്റേന്ന് ഇത് അതിക്രമമായി ചിത്രീകരിക്കണം എന്ന് ആലോചിക്കണം. രാവിലെ 11 മണിക്കാണ്. അപ്പോൾ എല്ലാവരും ചോറ് വെക്കുന്ന സമയമാണ്. ആ കലം കുറേ തല്ലി പൊട്ടിച്ച് ഞാൻ അതിന് ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിക്കുന്നു. അപ്പം ഞാൻ ഈ അതിക്രമം കണ്ടിട്ട് ഞാൻ അടിച്ച് അവശനാക്കിയ ഷാജി ആശുപത്രി കിടക്കല്ലേ. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇതിനിടയ്ക്ക് പോയിട്ടാണ് തല്ലിയ? ഭാര്യ ചോദിക്കുക. ഞാൻ പറഞ്ഞിടോ നമ്മളൊന്നിച്ചായിരുന്നില്ല ഇന്നലെ ഉണ്ടായിരുന്നേ. അല്ല പിന്നെ എന്താ ഇങ്ങനെ പറയുന്നത്? ആലോചിച്ച് നോക്കണം. അതായത് ഈ മീഡിയയുടെ ശക്തിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്.
എൻ്റെ കൂടെ 6 ദിവസമായിട്ട് സഹവസിക്കുന്ന ഭാര്യ എന്നോട് ചോദിക്കുന്നു, നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ പോയാ അതോ അന്ന് അതിന് പോരുന്നതിന് മുമ്പ് തല്ലിയതാണ്? ഞാൻ പറഞ്ഞു, അയാൾ പറയണേ നീ കേട്ടില്ല, ഇന്നലെ തല്ലി എന്നല്ലേ പറയണേ. അത് ശരിയാണല്ലോ, എന്താ പിന്നെ ഇന്നലെ തല്ലിയെന്ന് പറയണേ? നമ്മൾ ഒന്നിച്ചായിരുന്നില്ലേ? ഞാൻ പറഞ്ഞ ആയിരുന്നില്ലേ. ഇവിടെ സ്വന്തം ഭാര്യ വിശ്വസിക്കുന്ന മീഡിയ കണ്ടിട്ട് പിന്നെ വെറുതെ എന്തവരിങ്ങനെ പറയണേ? ഞാൻ പറഞ്ഞത് അവരോട് ചോദിക്കണോ, എന്നോട് ചോദിച്ചാൽ എന്ത് ചെയ്യാനാ? ഇതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു നമ്മൾ മനസ്സറിയാത്ത കാര്യം. പോലീസിൽ വാട്ട് ഇസ് എക്സ്പീരിയൻസ് ഇൻ പോലീസ്, ഞാനത് ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നോ എനിക്കറിയില്ല. വാട്ട് ഇസ് എക്സ്പീരിയൻസ് ഇൻ പോലീസ് എൻ്റെ ഒരു സീനിയർ ട്രെയിനിങ് സമയത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ക്രൈം, ലോ ആൻഡ് ഓർഡർ, ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്നെ തെറി പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ ശരി സാർ എന്തിനാ സാർ എന്നെ തെറി പറഞ്ഞു? എനിക്കൊരു കുന്തം അറിയില്ല. ഞാൻ പറഞ്ഞു, സാർ അറിയില്ല സാർ, സാർ പറഞ്ഞു തരണം സാർ. അപ്പോൾ എന്നോട് പറഞ്ഞു, എക്സ്പീരിയൻസ് ഇൻ പോലീസിങ് മീൻസ് acquiring the capacity to pocket insults and continue working with the same fervor as if you were not insulted. മനസ്സിലായെന്ന് ചോദിച്ചു. ഞാൻ മനസ്സിലായതാണ്. പിന്നെയും തെറി പറഞ്ഞെന്നെ. സാർ ഇപ്പം തന്നെ സാർ തെറി പറഞ്ഞു. മനസ്സിലാവാതെ നീ മനസ്സിലായി എന്ന് പറഞ്ഞു, അതുകൊണ്ട് തെറി പറഞ്ഞു. ഇത് നിനക്ക് മനസ്സിലാവണമെങ്കിൽ സർവീസിൽ കയറി 15 കൊല്ലം കഴിയണം. അതായത് അവമാനിക്കപ്പെടുക, നമ്മൾ മനസ്സറിയാത്ത കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുക. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മളിപ്പം ഇപ്പം ഇവരുടെയൊക്കെ മനസ്സിപ്പോൾ എന്തായിരിക്കും, ഈ ടോപ്പേഴ്സിൻ്റെ ഇവരിപ്പം IAS ആണെങ്കിലും IPS ആണെങ്കിലും ഏത് സർവീസ് ആണെങ്കിലും ഞങ്ങൾ പോയിട്ട് നാട് നന്നാക്കാൻ പോവാണ് ഇവർ. മനസ്സിലായില്ലേ? ഇല്ലേ? നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമില്ലേ? യു ഗോയിങ് ടു സ്റ്റാർട്ട് യുവർ ലൈഫ് ഫ്രഷ്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മനസ്സിലെന്തൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കും, ഞാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കും, ഇതിനെ കവച്ച് വയ്ക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആലോചിക്കും. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ മിടുക്കനാവും, നമ്മൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, എല്ലാവരുടെയും കണ്ണീരൊപ്പും. മനസ്സിലായില്ലേ? ആശ്രിതരുടെയും പിന്നെ പീഡിതരുടെയും മാർത്തരുടെയും എന്താ പറയുക വക്താവായി മാറുന്ന ഒരു IAS ഉദ്യോഗസ്ഥനാവും ഞാനല്ല IPS ഉദ്യോഗസ്ഥൻ. ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കപ്പോൾ കയറുമ്പോഴേ മനസ്സിലാവും വിവരം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, ഇപ്പം വേറൊരാൾ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ് ഞാൻ ഡിഫമേഷൻ കേസ് കൊടുത്തിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുക. അതായത് അയാളെന്താ പറഞ്ഞെന്നറിയോ? എന്നെ ADGPയെ പ്രൊമോട്ട് ചെയ്ത് എന്നെ ADGP ക്രൈംസ് ആക്കി വെച്ച അന്ന് ഒരു വീഡിയോ ഇറങ്ങി എന്നെക്കുറിച്ച്. ശ്രീജിത്ത് IPSൻ്റെ 13 ബേനാമി അക്കൗണ്ടുകൾ. ഇത് കേട്ടാൽ നല്ല രസമല്ലേ? ബേനാമി അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ വിചാരിക്കുക? എനിക്ക് എൻ്റേതല്ലാത്ത അല്ലെങ്കിൽ എൻ്റെ രഹസ്യ പൈസ ഒളിപ്പിച്ച് വെക്കാനുള്ള ഒരു സാധനം. ബേനാമി അക്കൗണ്ടുകൾ 13 എണ്ണം, 13 അക്കൗണ്ട് നമ്പറുകൾ. അയാളിരുന്ന് ഇങ്ങനെ പറയുക, മനസ്സിലായില്ല? അയാളിരുന്ന് നമ്പർ പറയാണ്, 02345 ഇത് HDFC ബാങ്കിലെ അക്കൗണ്ട്. അങ്ങനെ പറഞ്ഞ് അതിൻ്റെ അവിശ്വസിക്കാൻ പറ്റുമോ? തെളിവ് സഹിതല്ലേ അയാൾ പറയണേ, അക്കൗണ്ട് നമ്പർ എടുക്കല്ലേ പറയണേ. ഈ അക്കൗണ്ട് ഇന്ന ആളുടെ പേരിലുള്ളതാണ്, ആ ആൾ ഇന്നടത്തുള്ള ആളാണ്, കൃത്യമായിട്ട് പറയുക, ഒരു സംശയമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ വസ്തുത എന്താണെന്നറിയോ? ഇനി അതും പോട്ടെ. ANZ ഗ്രിൻലേസ് ബാങ്ക് ബാംഗ്ലൂരിൽ, ANZ ഗ്രിൻലേസ് ബാങ്ക് MG റോഡ് ബാംഗ്ലൂരിൽ എനിക്കൊരു രഹസ്യ അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ട് നമ്പറും പറഞ്ഞു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടായിക്കൂടെ? പക്ഷെ എന്നാൽ ANZ ഗ്രിൻലേസ് എന്ന് പറഞ്ഞ ബാങ്ക് 1983 ഇന്ത്യയിൽ പ്രവർത്തനം നിർത്തിയതാണ്. ഞാൻ 10ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ്സിൽ. മനസ്സിലായ? നിങ്ങൾക്കറിയില്ല ഈ അറിവില്ലായ്മ. നമ്മളെന്താണെന്നറിയോ? ഈ പ്രിന്റ് മീഡിയയിലോ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിലോ വരുന്ന നമ്മളൊരാൾ വന്നിരുന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് വിഴുങ്ങുക, തൊണ്ട തൊടാതെ വിഴുങ്ങും. ശരി, ഇനി ബാക്കി 13 ബേനാമി അക്കൗണ്ട്, 9 എണ്ണം നിലവിലില്ല എന്ന് പറഞ്ഞാൽ വെറും അക്കങ്ങൾ മാത്രം. അങ്ങനെ ഒരു അക്കൗണ്ട് HDFCയിലും ഇല്ല, ICICIയിലും ഇല്ല. 4 എണ്ണം നിലവിലുണ്ട്, അവർ ജീവനോടുള്ള ആൾക്കാരാണ്. ഒരെണ്ണം കാർ ലോൺ അക്കൗണ്ട്, ഒരു സ്ത്രീയുടെ, എനിക്ക് പരിചയമുള്ളൊരു സ്ത്രീയാണ്. ശരി, അവർ ആ ഒരു തെറ്റ് മാത്രമേ ചെയ്തുള്ളൂ. 61 വയസ്സായി കാലൊടിഞ്ഞ് കിടക്കുക, ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട്. അവരുടെ അക്കൗണ്ട് നമ്പറാണ് ഒന്ന്. കാർ ലോൺ അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? പൈസ ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല, അങ്ങോട്ട് ഇടാനേ പറ്റുള്ളൂ. അത് മാസം 5000 റുപ്യ വെച്ചിട്ട് ഇടാൻ പറ്റില്ല. കാരണം 5000 റുപ്യയുടെ കാറിനിടവുള്ളൂ. ഒരു പഴയ മാരുതി കാർ വാങ്ങിയ സ്ത്രീയാണ്. മനസ്സിലായില്ലേ? ബാക്കി ഈ 9 എണ്ണം കഴിഞ്ഞ് ബാക്കിയുള്ള 4 എണ്ണത്തിൽ ഒന്ന് ഈ സ്ത്രീയുടെ കാർ ലോൺ അക്കൗണ്ട്, ബാക്കി 3 അക്കൗണ്ടിൽ 2 എണ്ണം NRIകളാണ്. NRI അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്താ? അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടാൻ പറ്റുള്ളൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. എൻ്റെ പൈസ അതിൽ ഇടാൻ പറ്റില്ല. ഇനി ഈ പറഞ്ഞ ഒരാളുമായിട്ടും ഇന്ന് വരെ എനിക്ക് ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ പോലും ഇല്ല.
ഞാൻ 5 പൈസ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളിപ്പോൾ നാളെ ഇതെന്താ വെച്ചാൽ എനിക്ക് പരിചയമുള്ള കുറേ ആൾക്കാരെ പേര് വെച്ചിട്ട് ഒരു കള്ള കഥ അങ്ങോട്ട് ഉണ്ടാക്കുക. ഞാനിപ്പോൾ ഡിഫമേഷന് കേസ് കൊടുത്തു തിരുവനന്തപുരത്ത്. ഇതാരറിയാൻ? ഞാൻ ഡിഫമേഷന് കേസ് കൊടുത്തു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ ഇപ്പം ഈ എൻ്റെ ഈ വീഡിയോ, എനിക്കെതിരെയുള്ള ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് സാറിനെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെയല്ലല്ലോ വിചാരിച്ചത്. ഞാൻ പറഞ്ഞു എന്താ വിചാരിച്ചത്? ഒരു ഉപകാരം കേട്ടോ, ഇങ്ങനെ അപവാദ പ്രചരണം നടക്കുന്നതുകൊണ്ട് എന്താ ഗുണമെന്നറിയോ? ഒരുപാട് പേര് നമ്മൾ ഉപദ്രവിക്കാണ്ട് അങ്ങോട്ട് കഴിയും. ഇയാൾ മോശക്കാരനാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തേക്ക് വരുമല്ലോ. മറ്റേ ശ്രീ സാർ നമ്മളെ സ്വന്തമാണെന്ന് പറഞ്ഞ് നമസ്കാരമുണ്ട്. അപ്പോൾ ഈ അവമാനം സഹിക്കാനും അവമാനം സഹിച്ചതിന് ശേഷം അവമാനിക്കപ്പെട്ടിട്ടില്ലാത്ത രീതിയിൽ സമൂഹത്തിന് വേണ്ടി അപമാനിക്കുന്നവന് വരെ വേണ്ടിയും പണിയെടുക്കാനുള്ള മാനസികാവസ്ഥ ഉള്ളവനാണ് പോലീസുകാരൻ. അത് ഉണ്ടാക്കാൻ ഇത്തിരി മെനക്കടാ, എളുപ്പമല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം എനിക്കുണ്ട് അതിന് എക്സ്പീരിയൻസ് എന്ന് പറയണേ. അത് ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് ഭയങ്കര അവനെ ശരിയാക്കണം എന്നൊക്കെ തോന്നിക്കളെ, വേണ്ടാന്ന്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു സിവിൽ സർവൻറ്റിൻ്റെ കൈമുതലായിരിക്കണം. അത് എത്ര നേരത്തെ നിങ്ങൾ ഉണ്ടാക്കുന്നു. അതേ ഈ 15 കൊല്ലം കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞെടുത്ത് തെറ്റിപ്പോയി. അത് മാത്രം ആ സീനിയർക്ക് തെറ്റിപ്പോയി. എനിക്ക് 9 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. എൻ്റെ പേരിലൊക്കെ എത്ര കേസൊക്കെയാണെന്നറിയാം വെറുതെ കൊടുക്കുന്ന ആൾക്കാർ. പിന്നെ ഒരാളുടെ കണ്ണടിച്ച് പൊട്ടിച്ചു ഞാൻ. ഓ ഇതിപ്പോൾ കണ്ണില്ലേ? കണ്ണിപ്പോൾ ഉണ്ട്, പക്ഷെ അത് പിന്നെ പിടിപ്പിച്ച് വെച്ചാണ്. ഓ അങ്ങനെയാണല്ലേ? എന്ത് പറഞ്ഞാലും കേൾക്കണം. ഇതാണ് യഥാർത്ഥ ചലഞ്ച്. മനസ്സിലായോ? ശരി, ഇനി എന്താ ചോദ്യം? സാറിൻ്റെ ആക്ച്വലി ഈ പറഞ്ഞ കാര്യം നമ്മൾ സാറിന് ആക്ച്വലി ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുമ്പായിട്ട് സാറിൻ്റെ പല വീഡിയോസ് സാറിൻ്റെ പേരെടുത്തിട്ട് ഈ ഗൂഗിളിലും യൂട്യൂബിലും സെർച്ച് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം നമ്മൾ വീഡിയോസ് എല്ലാം ഇരുന്ന് കണ്ടിട്ട് ഞാനും അർജുനും കൂടെ ഒരുമിച്ചിരുന്നായിരുന്നു ചോദ്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തത്. സാർ ഈ പറഞ്ഞ 13 ബിനാമകളുടെ അക്കൗണ്ടിൻ്റെ ഒരു വീഡിയോ ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ മറുവശം ഒരു മീഡിയ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. സാറായിട്ട് എന്നെ തുറന്ന് പറയുന്നുണ്ട്, അതിൻ്റെ വസ്തുതകളെല്ലാം തന്നെ മനസ്സിലായി. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഞാൻ ഇത്തിരി മോശക്കാരനാന്ന് വിചാരിക്കുന്നല്ലേ ഉള്ളൂ. സാരല്ലാന്ന്, മോശക്കാരായവർക്കും ജീവിക്കണ്ടേ. ഓനെ ഞാൻ വിടൂല. കേസ് നടത്തി നമ്മുടെ പല ഓഫീസേഴ്സും കേസ് നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് വിചാരിക്കുന്നത് അറിയോ? ഇത് ഭയങ്കര മെനക്കെട്ട പണിയാണ്. ഇതിൻ്റെ പുറകെ നടക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2010 ഞാൻ കൊടുത്ത കേസ് വിധി വന്നപ്പോൾ 2019 ഞാൻ കേസ് നടത്തി മരിച്ചോളാന്ന്. എന്താ ബുദ്ധിമുട്ട്? ഞാൻ നടത്താന്ന്. ആ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി അതിൻ്റെ ഒരു ലോജിക്കും കൂടിയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ധർമ്മനിബദ്ധമായിട്ട് വേണം, ധർമ്മമേ നമ്മൾ ചെയ്യാവൂ. നമുക്കിവിടെയുള്ള നിയമം അനുസരിച്ച് ഇങ്ങനെ കേസ് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൊടുത്തിട്ട് സിസ്റ്റം വളരെ സ്ലോ ആണ് അല്ലേ? ആ സ്ലോ ആയിട്ടുള്ള സിസ്റ്റത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളെങ്ങനെയാണ് വേസ്റ്റ് ഡിസ്പോസൽ നടത്തുന്നത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ? ഉമ്മാനോട് പോയി ചോദിക്കുക എങ്ങനെയാണ് വേസ്റ്റൊക്കെ കളയലെന്ന്. ഒരു കൂടയിൽ, ഒരു പ്ലാസ്റ്റിക് കൂടയിൽ ഇട്ടിട്ട് പെണ്ണുങ്ങളുടെ കൈയുടെ ഊക്കിനനുസരിച്ച് എവിടെ പോയി വീടുന്ന വെച്ചാൽ അവിടെയാണ് വേസ്റ്റ്. മിക്കവാറും വീടുകളിൽ എങ്ങനെയാണ്. നിങ്ങളിങ്ങനെ പോയിട്ട് നിങ്ങൾക്ക് സ്വിറ്റ്സർലൻഡിൽ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. ന്യൂയോർക്കിൽ ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിച്ച് നോക്കൂ. ന്യൂയോർക്കിൽ മാൻഹട്ടനിൽ ഒരു ദിവസത്തെ വേസ്റ്റ് ഡിസ്പോസലിന് ഒരു വീട്ടിൽ ചിലവാകുന്ന $3. ഒന്ന് ബയോഡിഗ്രേഡബിൾ ബാഗ് വാങ്ങണം ഇത് ഡിസ്പോസ് ചെയ്യാൻ. എന്നിട്ട് അതിനകത്ത് വെച്ചിട്ട് നിങ്ങൾ ഫ്ലാറ്റിൻ്റെ പുറത്ത് വെച്ചാൽ അത് എടുത്തുകൊണ്ട് പോകുന്നതിന് $1, എടുത്തുകൊണ്ട് പോകുന്നവന്. അത് കൊണ്ടുവരാനുള്ളൊരു വണ്ടി ഉണ്ട്, ആ വണ്ടിക്കകത്ത് വെച്ച് ആ വണ്ടി കൊണ്ടുപോകുന്നതിൻ്റെ $1. അപ്പോൾ ഒരു ദിവസം $3 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിലേക്കൊന്ന് ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്ക്. ഇപ്പോൾ 79 ഉറുപ്പ്യ 80 ഉറുപ്പ്യ എന്ന് കൂട്ടിക്കോ. 240 ഉറുപ്പ്യ കൊടുക്കണം വേസ്റ്റ് കളയാൻ. മനസ്സിലായില്ലേ? ഇവിടെ എന്താ നിൽക്കുന്നവർക്ക് നിന്ന് എറിയുക, ആരും പ്രതികരിക്കാനില്ല, മിണ്ടാനുമില്ല, കേൾക്കാനുമില്ല. നോക്കിക്കോ, ഒരു 5-10 കൊല്ലത്തിനുള്ളിൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ഇതൊന്നും ആരും അറിയില്ല. അപ്പം ഈ സിസ്റ്റം ഇത്രയും സ്ലോ ആയപ്പം അതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ ആ സ്ലോ ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ കഷ്ടപ്പാടിലൂടെ തന്നെ പോയിട്ട് നമ്മൾ ഇതിനെ റിഡ്രസ്സിലും ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ ഇനിയും കേസ് നടത്തും. എത്ര കാലം വേണ്ടി നടത്തും? മനസ്സിലായല്ലോ? യെസ്. ഇനി എന്താ അടുത്ത ചോദ്യം? യെസ് പ്ലീസ്. എത്ര മണി വരെ നമ്മളെ സമയം? എൻ്റെ ഇഷ്ടം? നിങ്ങൾക്കൊന്നും ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് മതിയാകുമ്പോൾ പറഞ്ഞാൽ മതി. ഞാനൊരു 5-5:30 വരെ ഞാൻ ഫ്രീയാണ്. ഗുഡ് ഈവനിങ് സാർ. സാർ എൻ്റെ പേര് അഖിൽ സജീവ്, ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നത്. സാർ എനിക്ക് ചോദിക്കാനുള്ളത് നല്ലൊരു സിവിൽ സർവൻ്റ് ആവാൻ ഒരാൾ അക്വയർ ചെയ്യേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഒരാൾ ഡെവലപ്പ് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഒന്ന് അൺഅസ്യൂമിങ് ആയിരിക്കണം.
ഞാൻ അവരോട് പറഞ്ഞ ആദ്യത്തെ വാചകം ഗ്രൗണ്ടഡ് ആയിരിക്കണം. നമ്മൾ നിലത്തല്ലാന്ന് തോന്നിക്കാവുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരും. അൺഅസ്യൂമിങ് എന്ന് പറയുന്നതിന് വേറെ പ്രത്യേകത കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ പേര് പത്രത്തിൽ വരുന്നത് നമുക്കൊരു സന്തോഷമാണ്, ഇല്ലയെന്നും പറയുന്നില്ല. ഞാൻ എത്ര അല്ലാന്ന് പറഞ്ഞാലും പത്രത്തിലൊക്കെ വരുമ്പോൾ എല്ലാവർക്കും സന്തോഷമൊക്കെ വരും. നല്ല വാർത്ത വരുമ്പോൾ ഇങ്ങനെ ശ്രീജിത്ത് അടിച്ച് ആസ്പത്രിയിലാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ന് തോന്നുമെങ്കിലും നല്ല രീതിയിൽ വാർത്ത വരുന്നത് നമുക്ക് സന്തോഷമാണ്. പക്ഷെ അതൊരിക്കലും നമ്മുടെ മനസ്സിലെ ഒരു ഉദ്യമമോ ഉദ്ദേശമോ ആകരുത്. രണ്ട് ക്വാളിറ്റീസ് ഞാൻ പറഞ്ഞില്ലേ, അൺഅസ്യൂമിങ് ആയിരിക്കണം, ഗ്രൗണ്ടഡ് ആയിരിക്കണം. നിങ്ങളെപ്പോഴും എന്ന് വെച്ചാൽ നമ്മളെ ആൾക്കാർ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര സംഭവങ്ങളാണ്. എൻ്റെ അടുത്ത് പലരും വന്നിട്ട് വളരെ മെനക്കെട്ടിട്ട് ഇംഗ്ലീഷ് പറയും. ഞാൻ അവരോട് പലരോടും ഞാൻ ചോദിക്കില്ല, ചിലർക്ക് അവമാനം അത്. ആക്ച്വലി സാർ ഐ ആം കമ്മിങ് ഫ്രം, എന്തിനാണ് ചേട്ടാ മലയാളം പറഞ്ഞാൽ പോരെ? മനസ്സിലായില്ലേ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിവിൽ സർവൻസിനെ കുറിച്ച് നമ്മുടെ നാട്ടിലൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർ ദന്തഗോപുരങ്ങളിൽ ഇരിക്കുന്നവരാണ്. ദർ അബവ് ബോർഡ്. അവർക്ക് ഒരുപാട് കഴിവുകളുള്ളവരും ഭയങ്കര ബുദ്ധിമാന്മാരും ബുദ്ധിരാക്ഷസന്മാരുമാണെന്നാണ് വിചാരം. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഗവൺമെൻറ്റും ജനങ്ങളും സാധാരണക്കാരനും തമ്മിലുള്ള ഒരു പാലമായിരിക്കണം സിവിൽ സർവൻ്റ് എന്ന് പറയുന്നത്. അവന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ട്രോളി വലിച്ചിട്ട് വൈകുന്നേരം വീട്ടിൽ പോയി ഒരുത്തൻ ഭാര്യയെ തല്ലുകയെന്ന് വെച്ചോ, കള്ളും കുടിച്ചിട്ട്, അവൻ്റെ ചേതോവികാരം എന്താണെന്ന് മനസ്സിലാവാനുള്ള ബുദ്ധി ഉണ്ടാവണം, വിവരം ഉണ്ടാവണം. ഈ നാട്ടിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ കാലത്ത് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ജെൻഡർ ന്യൂട്രാലിറ്റിയാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ സ്ത്രീകൾ കുറേ ഉണ്ട്, ഇപ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് തോന്നുന്നു. എന്നാലും നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഒരു താണസ്ഥാനം കൊടുക്കുകയും ആ താണസ്ഥാനത്ത് നിന്നാണ് അവർ പ്രവർത്തിക്കേണ്ടതെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന സ്ത്രീകളുള്ള നാടാട്ടോ. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളത് വിശ്വസിക്കുന്നത്. അതിൻ്റെ ആ ചേഞ്ചിൻ്റെ മെസ്സയാസ് ആവണം സിവിൽ സർവൻസ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. ടോപ്പേഴ്സിനോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഒരു വലിയ ഞാൻ 6.5 കൊല്ലം കൂടി എനിക്കുള്ളൂ, അത് കഴിഞ്ഞാൽ ഞാൻ പോയി. എന്താ പറയുക, ഞാൻ പണ്ട് എൻ്റെ ഉപ്പാപ്പാക്കാൻ ആന ഉണ്ടായിരുന്നെന്ന് ഞാൻ പറയുന്നൊന്നും അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. ഇനി നിങ്ങൾ ഒക്കെയാണ് ഇനി ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഒരു വലിയ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യം. നിസ്സാരം അല്ലട്ടോ അത്. ജെൻഡർ ന്യൂട്രാലിറ്റി ഇല്ല എന്ന് പറയുന്നത്, സ്ത്രീകൾക്ക് മതിയായ സംരക്ഷണം ഉണ്ടോ ഇന്ത്യയിൽ? ഉണ്ടോ? ആർക്കെങ്കിലും മതിയായ സംരക്ഷണം ഉണ്ടെന്ന് അഭിപ്രായമുള്ള സ്ത്രീകളുണ്ട് ഈ കൂട്ടത്തിൽ? ഉണ്ടോ? ഇല്ല. ഒരിക്കലെങ്കിലും വയലേറ്റ് ചെയ്യപ്പെടാത്തൊരു സ്ത്രീയുടെ കൂട്ടത്തിൽ? വല്ലാത്തൊരു ചോദ്യം അല്ലേ? വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ സെക്ഷലി ഹെറസ്ഡ് ആവാത്ത ഒരു സ്ത്രീ ഉണ്ടോ കൂട്ടത്തിൽ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറ. ഞാനിവിടെ ആയുധം വെക്കുന്നത്. ഞാനൊരു 1000 വേദികളിൽ ഈ ചോദ്യം ചോദിച്ചിട്ട് എനിക്കൊരു മറുപടി കിട്ടിയിട്ടില്ല. ഇന്ത്യയിലെ 2014 കണക്കനുസരിച്ച് 94 റേപ്സ് പെർ ഡേ. അത് റെക്കോർഡഡ് റേപ്സ് ആണേ. 10 ഉണ്ടായാലും 1 റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. ഇപ്പോൾ സ്ത്രീകൾക്ക് മതിയായ സംരക്ഷണം ഉണ്ടോ? ഇല്ലല്ലോ. ഉറപ്പല്ലേ? സംരക്ഷണം വേണ്ടേ? വേണം. ഉറപ്പാ? ഇവിടെ ഇരിക്കാൻ പോകുന്ന പ്രോസ്പെക്റ്റീവ് സിവിൽ സർവൻസ് ആയിട്ടുള്ള എല്ലാ സ്ത്രീകളോടും ഞാൻ ചോദിക്കുന്നത്, സ്ത്രീകൾക്ക് മതിയായ സംരക്ഷണം വേണ്ടേ? വേണം. ഒന്ന് കേൾക്കട്ടെ ഒന്നുകൂടി കേൾക്കട്ടെ. അത് കേൾക്കട്ടെ. എന്താ പറഞ്ഞേ? ഇയാളുടെ പേര് പറയും. ചിന്താഗതി മാറി കിട്ടിയാൽ മതി. ഞങ്ങളെന്തോ സംരക്ഷിക്കപ്പെടേണ്ട ഒരാൾക്കാരല്ല. എന്താ പേര് പറയും? ഫിദ. ഞാൻ ഇത്രയും നേരം ചോദിച്ചപ്പോൾ ആദ്യം പിന്നെ എന്തിനാ സംരക്ഷണം വേണമെന്ന് പറഞ്ഞേ? എന്തിനാ സംരക്ഷണം വേണം എന്ന് ഇത്രയും നേരം പറഞ്ഞ ബാക്കിയുള്ളവരൊക്കെ എന്തിനാ സംരക്ഷണം വേണമെന്ന് പറഞ്ഞാൽ ഫിദ പറഞ്ഞത് കേൾക്കട്ടെ, അവിടെ നിൽക്കട്ടെ. പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലായില്ലേ? സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആർക്കും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സംരക്ഷണം വേണമെന്ന് പറയുന്ന ഒരു സ്ത്രീയോ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കണമെന്ന് പറയുന്ന പുരുഷനോ ഈ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ച് നോക്കുക. ഒരു പൂച്ചയെ ഒരു പട്ടി ഇപ്പോൾ ഓടിച്ചിങ്ങോട്ട് കൊണ്ടുവരാന്ന് വെച്ചോ, നിങ്ങൾ പട്ടിയെ സംരക്ഷിക്കോ പൂച്ചയെ സംരക്ഷിക്കോ? ആ പട്ടീനെ പിടിച്ച് നിങ്ങൾ മാറ്റി, ഓക്കെ, സമ്മതിച്ചു. പൂച്ച സംരക്ഷിക്കപ്പെടുന്നു. സംരക്ഷിക്കുന്ന ആരെയാ? പൂച്ചയല്ലേ? അല്ല, നിങ്ങൾ ആലോചിക്കോ, പട്ടിക്ക് തിന്നാനുള്ള അവകാശമല്ലേ? പട്ടിക്ക് പൂച്ചയെ കടിച്ചു കയറാനുള്ള ഒരു അവകാശം ഈ ലോകത്തില്ലേ? ഇതൊരു മൗലിക അവകാശമല്ലേ? അത് സംരക്ഷിക്കേണ്ടതെന്ന് ആലോചിക്കോ?
എന്തുകൊണ്ട് ആലോചിക്കാത്തതെന്നറിയോ? പട്ടിക്ക് കരുത്ത് കൂടുതലും പൂച്ചയ്ക്ക് കരുത്ത് കുറവുമാണെന്നാണ് അവിടുത്തെ വിവക്ഷ. നിങ്ങൾ മനസ്സിലാക്കണം. സംരക്ഷണം നമ്മൾ കരുത്ത് കുറവുള്ളവർക്കാണ് കൊടുക്കുന്നത്. സംരക്ഷണം വേണമെന്ന് പറയുന്നവരെല്ലാവരും ഞങ്ങൾക്ക് കരുത്ത് കുറവാണെന്ന് അംഗീകരിക്കുകയാണ്. ദയവ് ചെയ്ത് മനസ്സിലാക്കണേ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഞങ്ങൾക്ക് സംരക്ഷണം വേണം, സ്ത്രീകൾക്ക് സംരക്ഷണം വേണം, സ്ത്രീകൾക്ക് മതിയായ സംരക്ഷണമില്ല. ഞാൻ ചോദിച്ചത് വളരെ അപകടകരമായൊരു ചോദ്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഇങ്ങനെ റേപ്പ് നടക്കുന്നു, അങ്ങനെ നടക്കുന്നു, ഇങ്ങനെ സംരക്ഷണം ഉണ്ടോ? ഇല്ല സാറേ, സംരക്ഷണം ഇല്ല. അപ്പോൾ സംരക്ഷിക്കണ്ടേ? വേണം സാറേ, ഞങ്ങളെ സംരക്ഷിക്കണം. ആര് സംരക്ഷിക്കണടോ? ആരാ നിങ്ങളെ സംരക്ഷിക്കണ്ടേ? ഇത് നിങ്ങളുടെ ഇൻഫീരിയർ ആയിട്ടുള്ള ജെൻഡർ കൺസെപ്റ്റ് എന്ന് ഉടലെടുത്തതാണ്. താൻ പറഞ്ഞ ഒരു കാര്യത്തിന് കുറച്ചും കൂടെ ക്ലാരിറ്റി വേണം ഫിദ എന്താ പറഞ്ഞതെന്നറിയോ? ആൺകുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് മാറണം. അത് ചേർത്ത് പറയ ഫിദ. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ വീട്ടിലെ നിങ്ങൾ ആരും എന്നോടൊരു വിഷമവും തോന്നരുതേ, ഞാൻ തുറന്ന് പറഞ്ഞോട്ടെ. വിഷമല്ലല്ലോ അല്ലേ? നിങ്ങളുടെ അമ്മമാരാ, അയ്യോ ഞങ്ങളുടെ ASI വളരെ പ്രഗത്ഭമതി വിനയ, ഷോർട്ട് ഹെയർ യൂണിഫോം ഒക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് നടക്കും. വിനയ പണ്ട് ആറ്റുകാൽ പൊങ്കാല ഡ്യൂട്ടിക്ക് പോയതറിയോ? വിനയ ആറ്റുകാൽ പൊങ്കാല ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ സാധാരണ ഈ വനിതാ പോലീസൊക്കെ ഡ്യൂട്ടിക്ക് പോയാൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആണുങ്ങളുടെ കൂടെ കിടക്കില്ല. മനസ്സിലായി? ഡോമിറ്ററി ഉണ്ടെങ്കിൽ ആണുങ്ങൾക്ക് മാത്രമായിട്ട് ആ ഡോമിറ്ററി, പെണ്ണുങ്ങൾക്ക് വേറെ സ്ഥലം കണ്ടുപിടിക്കണം. വിനയ അങ്ങനെയല്ല. വിനയ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 ആണുങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കുക, അപ്പുറത്ത് ഒരു ഡറി വിരിച്ചിട്ട് വിനയ അവിടെ കിടന്നത്. വിനയ സുഖമായിട്ട് ഉറങ്ങി, ഈ ആണുങ്ങളുടെ ഉറക്കം പോയി. ഇവിടെ ഇങ്ങനെ കിടക്കല്ലേ, അയ്യോ ഇത് അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ, എന്തോ അയ്യോ. കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ എല്ലാവരും കുളിക്കുന്ന സ്ഥലം, ആണുങ്ങളൊക്കെ കുളിക്കുന്ന സ്ഥലം, ആണുങ്ങൾ കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യുമ്പോൾ ധരിക്കുന്ന വേഷം എന്താണെന്ന് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പരമാവധി ഒരു തോർത്തുമുണ്ട്, വേണമെങ്കിൽ കുറച്ചുകൂടി മാന്യത ഉണ്ടെങ്കിൽ ഒരു ലുങ്കി. ഇവിടെ ബേർ, ഇവിടുന്ന് അങ്ങോട്ടും ബേർ. വിനയ കുറച്ചും കൂടെ മാന്യമായിരുന്നു. വിനയ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗസ് കോട്ട് ഇട്ടിട്ട് അതെടുത്തിട്ട് മടക്കി കൊണ്ട് കുത്തി. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് കാണാം, മനസ്സിലായല്ലോ? എന്നിട്ട് അവിടെ നിന്ന് ആണുങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഈ മെയിൽ ഈഗോ എന്ന് പറയുന്ന സാധനം ഭയങ്കര സംഭവമാണ്. അഹങ്കാരി ഞങ്ങളുടെ മുന്നിൽ മടക്കി കുത്തി നിൽക്കുന്നു, കാല് കാണിച്ച് നിൽക്കുന്നു. അയ്യോ. അപ്പോൾ ഈ പുരുഷന്മാരെല്ലാവരും കൂടിയേ SHO അടുത്ത് പോയി പരാതി, SHO ഫോർട്ട് SIയോട് പോയി പറഞ്ഞു, സാറേ ആ പെണ്ണിനോട് അടങ്ങി ഒതുങ്ങി നടക്കാൻ പറയണം. കേട്ടോണം, വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അടങ്ങി ഒതുങ്ങി നടക്കണം. ആര്? ആ പെണ്ണ്. അവൾ ഈ കൈകാലം കാണിച്ചുകൊണ്ട് നടന്നിട്ട് പിന്നെ ഞങ്ങളെന്തെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞാൽ ഞങ്ങളെ മേത്തോട്ട് കയറും. അത് ഞങ്ങളിങ്ങനെ വിജൃംഭിച്ച് നടക്കുകയാണ്, മനസ്സിലായില്ലേ? എവിടെ എന്ന് ചോദിച്ച് നടക്കുകയാണ്. ഞങ്ങൾ അറിയാണ്ട് കയറി പിടിച്ചളയും, മനസ്സിലായോ? എന്നാൽ ഇവൻ പറയണ്ടേ, ഇവനോട് നിങ്ങൾ എന്തിനാണോ പിടിക്കുന്നതെന്ന് ചോദിക്കണ്ടേ? ഇപ്പൊ ഫിദ പറഞ്ഞ വാചകം എൻ്റെ SHO പറയണമായിരുന്നു ഒന്ന്. ആണുങ്ങളുടെ നിലപാട് മാറണ്ടേ? വേണ്ടേ? ഈ കാണുന്ന പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നടക്കുക. ശരി, അപ്പോൾ SHO എന്താ? SHO പുരുഷ കേസരിയാണല്ലോ. അദ്ദേഹം ഉടനെ വിളിച്ച് വിനയോട് പറഞ്ഞു, താനിങ്ങനെ ഈ കൈകാലം കാണിച്ചോണ്ട് നടക്കാനൊന്നും പറ്റില്ല, മര്യാദയ്ക്ക് വേഷമൊക്കെ ധരിച്ചോണം കേട്ടോ സാർ. സെല്യൂട്ട് ചെയ്ത് വിനയ, ശരി സാർ. പിറ്റേന്ന് രാവിലെ വിനയ ഒരു കടലാസ് എഴുതിക്കൊണ്ടുവന്ന് SHOയുടെ കൈ കൊടുക്കുക. എൻ്റെ കാർബൺ കൊടുത്ത് അതിൻ്റെ പുറത്ത് റെസീറ്റ് മേടിച്ച് തരണം എന്ന് പറഞ്ഞു. SHO നോക്കിയപ്പോൾ SHO ആകെ വരണ്ട് ദേഷ്യം വന്നു. സാറേ ഒന്നുമില്ല സാറേ, ഒരു റെസീറ്റ് തന്നാട്ടെ സാറേ. എന്തായിരിക്കും വിനയ എഴുതിയെന്ന് വല്ല ഊഹമുണ്ടോ നിങ്ങൾക്ക്? വിനയ എന്താ എഴുതിയെന്നറിയോ? ഇവിടെയുള്ള എൻ്റെ പുരുഷന്മാരായ സഹപ്രവർത്തകർ ശരിയായ രീതിയിൽ വേഷവിധാനം നടത്താതെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ട് എനിക്ക് വികാരം വരാനും ഞാൻ എന്തെങ്കിലും ചെയ്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന പക്ഷേ എൻ്റെ പേരിൽ നടപടിയൊന്നും എടുക്കാൻ പാടില്ല. എഴുതിയാ കൊടുത്ത് റെസീറ്റ് തരാൻ പറഞ്ഞു. എഴുതി കൊടുക്കാൻ പറ്റുമോ? ഭരണഘടന അനുസരിച്ച് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശം. അവിടെ പുരുഷന് നിയന്ത്രണമില്ലാതെ കയറി പിടിക്കുമെങ്കിൽ സ്ത്രീക്ക് നിയന്ത്രണമില്ലാതെ കയറി പിടിക്കാം. അല്ലേ? അടങ്ങി ഒതുങ്ങി എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ബാധകമായിരിക്കണം. അന്ന് SHO ഒരു നോട്ടീസ് ബോർഡിലൊരു നോട്ടീസ് ഇട്ടു. അതാണ് നമ്മളുടെ ഐഡിയൽ ജെൻഡർ ന്യൂട്രാലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും മാന്യമായ വേഷവിധാനം ചെയ്യേണ്ടതും ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കാതെ അവരവരുടെ ജോലിയിൽ വ്യാപൃതരാകേണ്ടതുമാകുന്നു. അല്ലാത്ത പക്ഷം കർശനമായ അച്ചടക്ക നടപടിക്ക് വിധേയരാകുന്നതാണ്. അത് ന്യായം. മനസ്സിലായില്ലേ? ദിസ് ഈസ് ജെൻഡർ ന്യൂട്രലിറ്റി ഫോർ യു.
ഇങ്ങനെ ഈ ജെൻഡർ ന്യൂട്രൽ കൺസെപ്റ്റ്സ് മനസ്സിൽ കയറ്റാൻ നമ്മൾ പഠിക്കണം. അല്ലാതെ നമ്മൾ ഇപ്പം എൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ ഒരിക്കൽ ഞങ്ങളൊരു മേർഡർ സീൻ, ഇങ്ങനെ തെളിയാത്ത കൊലപാതകം, ഒരു സ്ത്രീയുടെ കൊലപാതകം. ആ സ്ത്രീയുടെ കൊലപാതകം കണ്ടുപിടിക്കാൻ വേണ്ടി ആ സ്ത്രീയുടെ ഫോട്ടോസും വീഡിയോസും, മരിച്ചു കിടക്കുന്ന ഫോട്ടോസും വീഡിയോസും പല തവണ ഇട്ട് കണ്ടിട്ട്, ഇവിടെ ഒരു മാർക്കുണ്ടല്ലോ, ഇത് തോർത്തുകൊണ്ട് വരുന്ന മാർക്കായിരിക്കുമോ, ഇവിടെ ഉണ്ടല്ലോ, അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യാണ്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരനാണ്, എന്നോട് പറഞ്ഞു, സാർ ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. ഒരു സ്ത്രീയുടെ നഗ്ന ശരീരം അവർ ജീവിച്ചിരിക്കുമ്പം ആരെയും കാണിക്കാത്തതാണ്. നമ്മളിപ്പോൾ അത് കണ്ട് ഇത് കേസ് ഡിറ്റക്ട് ചെയ്യാൻ നോക്കുന്നത് ശരിയല്ല. ഞാൻ എൻ്റെ സുഹൃത്തെ, നമ്മൾ ഈ നഗ്ന ശരീരം കണ്ടോ? ഞാൻ നഗ്ന ശരീരം കണ്ടില്ല, ഞാൻ അടയാളം കണ്ടു, അതിൻ്റെ പുറകിലുള്ള കൊലയാളിയെ കണ്ടു, മനസ്സിലായില്ലേ? ആ കൊലയാളിയുടെ വാഞ്ച കണ്ടു, ആ സ്ത്രീയുടെ വേദന കണ്ടു. ഈ ശരീരം ഞാൻ കണ്ടിട്ടില്ല. വി ആർ പ്രൊഫഷണൽസ്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫീസർ, ഞങ്ങൾ അവനെ തിരുത്തി. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് അത്തരത്തിലുള്ള ഓഫീസർമാരുടെ അടുത്ത് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ജെൻഡർ ന്യൂട്രാലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു സ്ത്രീയുടെ ശരീരം പുരുഷൻ്റെ ശരീരം എന്ന് വല്ല വ്യത്യാസമുണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോലി എന്താ? നമ്മുടെ ജോലിയെ കൊലപാതകം ഞാൻ കണ്ടുപിടിച്ചിട്ടാ കൊലപാതകയെ. അപ്പം ഞാൻ പറഞ്ഞത് വെച്ചാൽ ജെൻഡർ ന്യൂട്രാലിറ്റി ഈസ് എ മസ്റ്റ് ഫോർ സിവിൽ സർവൻസ് ഇനിയുള്ള കാലത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. പിന്നെ വേണ്ടൊരു ക്വാളിറ്റി എന്താണെന്നറിയോ? വളരെ അൺഅസ്യൂമിങ് ആയിട്ട്. ഒരിക്കലും സുരേഷ് ഗോപി കളിക്കരുത്, ഒരിക്കലും ഒരു പൊളിറ്റീഷ്യനുമായിട്ട് വഴക്കുണ്ടാക്കരുത്, ഒരിക്കലും. പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളോട് സുരേഷ് ഗോപി എന്നും പറഞ്ഞ് പുകഴ്ത്താൻ ആൾക്കാരുണ്ട്. ഇത് കേട്ട് നമ്മൾ ഇളകാണ്. നമ്മളെ അങ്ങനത്തെ ഒരു ഈഗോയ്ക്കും ഒരു സ്കോപ്പും സിവിൽ സർവീസിലില്ല. ഞാൻ നിങ്ങളോട് തുറന്ന് എൻ്റെ തെറ്റുകൾ പറഞ്ഞിട്ടാണ് നിങ്ങളോട് പറയണേ. ഐ ഹവ് ഫെയിൽഡ് ഇൻ ദീസ് ഏരിയാസ്. നമ്മൾ ഏറ്റവും അൺഅസ്യൂമിങ് ആയിട്ട് എല്ലാ പൊളിറ്റീഷ്യൻസിനെയും നമ്മൾ കൈകാര്യം ചെയ്യുകയും അവരുടെ അജണ്ടയും അവരുടെ ബുദ്ധിമുട്ടും മനസ്സിലാക്കി. ഇതൊരു ഡെമോക്രസിയാണ്, മനസ്സിലായില്ലേ? നിങ്ങളൊരു ഓട്ടോക്രാറ്റൊന്നുമല്ല. അവരുമായിട്ട് നല്ല ബന്ധത്തിൽ പോകണം, എന്നിട്ട് അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സിവിൽ സർവൻറ്റിൻ്റെ ജോലി. പിന്നെ വിജ്ഞാനദാഹികളായിരിക്കണം നിങ്ങൾ. ഞാനിപ്പം ADGP ക്രൈംസായിട്ട് ഞാൻ ക്രൈംബ്രാഞ്ചിൽ ഏകദേശം ഒരു 7-8 കൊല്ലത്തോളം ഞാൻ ജോലി ചെയ്തു. ക്രൈംബ്രാഞ്ചിൽ ജോലി ചെയ്യുമ്പം ട്രെയിനിങ് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ IPC CRPC ഒക്കെ നല്ലോണം പഠിച്ച് നിയമമൊക്കെ പഠിച്ച് എല്ലാം അറിയാമെന്ന് വിചാരിച്ചാൽ, ഇപ്പോഴും ഓരോ കേസ് പുതിയത് വരുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന എത്ര കുറച്ച് നമുക്കറിയാവുന്നതാണ്. ഓരോ കേസിൻ്റെ സിറ്റുവേഷൻ ഡിഫറെൻ്റാണ്. ഓരോ ഇൻവെസ്റ്റിഗേഷനും ഒരു ലേണിംഗ് എക്സസൈസ് ആയിരിക്കണം. ഒരിക്കലും ജനങ്ങളുടെ വിചാരം എന്ന് പറഞ്ഞാൽ വി ആർ നോ ഓൾ എന്നാണ്. നമുക്കെല്ലാം അറിയാവുന്നതാണ്. സിവിൽ സർവൻസ് ആയി കഴിയുമ്പം ജനങ്ങൾ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് ഇവർക്കെല്ലാം അറിയാവുന്നതാണ്. നമ്മൾ കോൺസ്റ്റൻറ്റ് അപ്ഡേഷൻ ഇല്ലെങ്കിൽ, ദിവസവും നിങ്ങൾ വായിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ, വായന നിർബന്ധമാണ്. വായനയേക്കാളും നിർബന്ധം എന്താണെന്ന് അറിയോ? ശ്രദ്ധിക്കുന്ന നിർബന്ധമാണ്. ലിസൺ. നമ്മുടെ അടുത്ത് ആര് വന്നാലും വളരെ പേഷ്യൻ്റായിട്ട് ഇരിക്കണം, സംസാരിക്കണം. ഇനി ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റിയും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് നോട്ട് ടു സേ എന്നുള്ളത് പഠിക്കണം. 4 ചോദ്യം ചോദിക്കണം അവനോട് സംസാരിക്കുന്നതിന് മുമ്പേ. ഞാൻ ഈ പറയുന്ന വാചകം, ഞാനിപ്പോൾ ഒരു വാചകം നിങ്ങളോട് പറഞ്ഞാൽ ആ വാചകം കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ടോ, എനിക്ക് പ്രയോജനമുണ്ടോ? ആദ്യത്തെ ചോദ്യം. ഇത് രണ്ടും ഇല്ലേ മിണ്ടരുത്. ഇനി നിങ്ങൾക്ക് പ്രയോജനമുണ്ടോ, എനിക്ക് പ്രയോജനമുണ്ടോ, ഡിപ്പാർട്ട്മെൻറ്റിന് പ്രയോജനമുണ്ടോ, നിങ്ങൾ ഏത് സ്ഥാപനത്തിന് വേണ്ടി ചെല്ലുന്ന ആ സ്ഥാപനത്തിന് പ്രയോജനമുണ്ടോ? ഇനി 3 ഉത്തരം യെസ് എന്നാണെന്ന് വെച്ചാൽ 4ാമതൊരു ചോദ്യം കൂടെ ചോദിക്കുക. ഏതാ? ഞാൻ ഈ പറയുന്ന വാചകം കൊണ്ട് സമൂഹത്തിന് പ്രയോജനമുണ്ടോ? ഇപ്പം ഞാനിവിടെ നിന്ന് പറഞ്ഞ എല്ലാ വാചകങ്ങളും കൊണ്ട് സമൂഹത്തിനടക്കം പ്രയോജനമുണ്ട്. കാരണം നിങ്ങൾ ആര് സിവിൽ സർവൻ്റ് ആയാലും ഉണ്ടല്ലോ, ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ കിടക്കും. ഈ 4 പേരെ കൊണ്ട് ഞാൻ നല്ല പ്രതീക്ഷയില്ല, നന്നായി പോകും ചിലപ്പോൾ ഇവർ. അപ്പോൾ ആ നന്മ എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന വാചകങ്ങളെ സംസാരിക്കാവോ, ഇല്ലേ മിണ്ടായിരുന്നോ? നമ്മൾ പലപ്പോഴും നമ്മുടെ ഈഗോയ്ക്ക് വേണ്ടിയും ഓൺ ദ സ്പെർ ഓഫ് ദ മൊമെൻറ്റ് സംസാരിച്ചിട്ടാണ് പല കുഴപ്പത്തിലും ചേടുക. സിവിൽ സർവൻ്റ് ആകുമ്പോൾ നന്നായിട്ട് നാക്ക് നിയന്ത്രിക്കണം. പത്രക്കാരോട് സംസാരിക്കുമ്പോൾ വളരെ ആലോചിച്ച് സംസാരിക്കണം. നിങ്ങൾ എൻ്റെ പ്രസ് ഇൻ്റർവ്യൂസൊക്കെ അടുത്ത കാലത്ത് വല്ലതും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്ത് ചോദിച്ചാലും ഞാൻ മറുപടി പറയും. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം മാത്രമേ അവിടെ എത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അത് പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ കൊണ്ട് കിട്ടുന്നതല്ല. നമ്മൾ ഒരുപാട് പേരെ കണ്ടും മനസ്സിലാക്കിയും ചോദിച്ചും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഇത്രയുമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിവിൽ സർവൻറ്റിന് വേണ്ട ക്വാളിറ്റീസ്. ഇനി എന്തുണ്ടോ? എൻ്റെ പേര് ധന്യ, PhD സ്കോളറാണ്. ഞാനൊരു കേസിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം തന്നെ ചോദിക്കാനാണ്. എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടി 2017 നടന്ന സംഭവമാണ്. ഹോസ്റ്റലിൽ വെച്ചിട്ട്, അപ്പോൾ ഹോസ്റ്റലിലെ പ്രിമൈസിൽ വെച്ചിട്ട് വൈകിട്ട് ഒരു സമയത്ത്
ഒരാൾ വന്നിട്ട് അയാൾ ഇങ്ങനെ കുറച്ച് മോശമായിട്ട് പെരുമാറും, ഇതുപോലെ അയാളുടെ ഡ്രസ്സൊക്കെ മാറ്റി കാണിക്കും, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് നടന്നു. അപ്പോൾ ഇത് കേസായിട്ട് വന്ന സമയത്ത് എല്ലാ ഹോസ്റ്റലിലെല്ലാവരും വാർഡനടക്കമുള്ള ആൾക്കാർ കണ്ടതാ, ആരും ഇത് പറയാൻ തയ്യാറായില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട് മാത്രം മുന്നോട്ട് വന്നു. പക്ഷെ ഇത് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് ഇത് നേരെ തിരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. നീ മാത്രം എന്തുകൊണ്ട് കണ്ടു, അത് നിനക്ക് അങ്ങനെ താല്പര്യമുള്ളത് കൊണ്ടല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അവൾ കുറേയും കൂടി ആ സമയത്ത് ഭയങ്കരമായിട്ട് അവൾ ട്രോമയിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ കൺസിസ്റ്റൻ്റ് ആയി നിന്നു. ഇപ്പോൾ 2022 കേസ് കഴിഞ്ഞിട്ടില്ല, തുടരുന്നുണ്ട്. എന്തേ സഹായം വേണം എന്നെ വിളിക്കാൻ പറ, പേഴ്സണലി ഐ ആം ദേർ. പിന്നെ അതിനേക്കാളും ഇത് ഞാൻ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ, അതൊരു സ്പെസിഫിക് കേസാണ്. പക്ഷെ ഇതിനകത്ത് കുറേ ജനറൽ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. എന്താണെന്നറിയോ, ഇവിടെ ഈ സ്ത്രീ ശാക്തീകരണം എങ്ങനെയാണ് നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് നിർത്തിയതാ, എനിക്ക് കുറേ പറയണ്ട അതിനെക്കുറിച്ച്. സ്ത്രീ ശാക്തീകരണം നടക്കുന്നത് എങ്ങനെയാണെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങളിപ്പോൾ ഇന്ന് എന്നെ പരിചയപ്പെട്ടില്ലേ, എല്ലാവരും ഇപ്പം എന്നെ കണ്ടല്ലോ, ഇപ്പം ഇതൊക്കെ കണ്ട് പരിചയപ്പെട്ടു. സപ്പോസ് ഞാൻ തിരുവനന്തപുരത്ത് അമ്പലമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കണേ. നാളെ വൈകുന്നേരം നിങ്ങൾ ഫിദ അമ്പലമുക്ക് വഴി വരിക. വൈകുന്നേരം 7:30 ആണ് വരുന്നതെന്ന് വെച്ചോളൂ. 7:30 ശ്രീജിത്ത്, ഇത് സാങ്കല്പികതയാണ്, ഒരിക്കലും സത്യമാവില്ല കേട്ടോ, സാങ്കല്പികം. ശ്രീജിത്ത് IPS എന്ന് പറഞ്ഞ കശ്മലൻ മദ്യപിച്ച് മതോന്മത്തന അങ്ങനെ നിൽക്കുകയാണ് അവിടെ. ഓക്കെ, അമ്പലമുക്ക് ജംഗ്ഷനിൽ ഫിദ വരുന്നു. എന്നെ കണ്ടിട്ട് വലിയ സന്തോഷമായി ഫിദയ്ക്ക്. കുറേ വർത്താനൊക്കെ പറഞ്ഞല്ലേ. ഫിദ ഓടി വന്നു, നമസ്കാരം സർ. സാർ എന്നെ മനസ്സിലായില്ലേ? ആരാ? ഞാൻ ഫിദയാണ് സർ, നമ്മൾ ഇന്നലത്തെ മീറ്റിങ്ങിനുണ്ടായിരുന്നു സർ. ഒരൊറ്റയടി ഞാൻ ഫിദയെ. അപ്പോൾ ഫിദ എന്നോട് സാർ എന്തിനാ എന്നെ തല്ലിയെന്ന് ഞാൻ അടുത്ത ഒറ്റടി. പിന്നെ ഫിദ ഇത് വാങ്ങി പോക്കറ്റിലിട്ടിട്ട് കരഞ്ഞുകൊണ്ട് പോയി. ഞാൻ തന്നെ വന്നു. പിറ്റേന്ന് വീണ്ടും വൈകുന്നേരം 7:30 ഞാനവിടെ നിൽക്കുക. വന്നു ഉടനെ ഇങ്ങനെ വന്നു തല്ലി. ഇതേ സംഭവം ആവർത്തിക്കുന്നു. 3-ാമത്തെ ദിവസം അഖിൽ വരുന്നു, അഖിലും കിട്ടി. ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഒരു 6 ദിവസം ഇങ്ങനെ 6 പേര് ഈ സ്ഥലത്ത് വന്ന് ഇവിടുന്ന് എന്നെ പരിചയപ്പെട്ടവർ വൈകുന്നേരം അമ്പലക്കും വഴി വരുന്നു. മദ്യപനായ ശ്രീജിത്ത് ഇവരെല്ലാവരെയും മർദ്ദിക്കുന്നു. ഈ മർദ്ദനമൊക്കെ ഏറ്റുവാങ്ങിയ ആൾക്കാർ ഈ മർദ്ദനത്തിന് രക്ഷ നേടാനുള്ള വഴികൾ ആലോചിക്കാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് കൂടിയാണ് ഇവിടെ വീണ്ടും ഇതേ ഹാളിൽ. അപ്പോൾ ഇവിടുത്തെ അജണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീജിത്ത് IPS എന്ന് പറഞ്ഞ കശ്മലൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് ചോദ്യം. ഇനി ഇതിൻ്റെ മറുപടികൾ നിങ്ങൾ കേട്ടോളൂ. ആദ്യത്തെ വഴി, വൈകുന്നേരം 7:30 മണിക്ക് ആരും അമ്പലമുക്ക് വഴി പോകരുത്. 1ാമത്തെ റെസൊല്യൂഷൻ. 2ാമത്, ഇനി അഥവാ പോവുകയാണെങ്കിൽ ആരെങ്കിലും കൂട്ടി പോകണം, ഒറ്റയ്ക്ക് പോകരുത്. എന്നിട്ട് ശ്രീജിത്ത് IPS ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ന സ്ഥലത്തുണ്ടായിരുന്നവരാണെന്ന് വെച്ചാൽ അല്ലെന്ന് പറഞ്ഞേക്കണം. ഇനി ശ്രീജിത്ത് IPSന് മുമ്പിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അയാളൊരു ദുഷ്ടനാണ്. അയാൾ എപ്പോൾ വേണമെങ്കിലും കയറി നമ്മളെ ആക്രമിച്ചേക്കാം. ആക്രമണം ഒഴിവാൻ വേണ്ടി നമ്മൾ എന്ത് വേണം? നമ്മൾ സൈഡ് വാരം ചേർന്ന് പോവുക. അല്ലാതെ ഇവിടെ റെസൊല്യൂഷനിൽ എഴുതുന്നില്ല. എന്ത് എഴുതുന്നില്ല എന്നല്ലേ, ഇവിടെ ശ്രീജിത്ത് IPS താൻ എന്തിനാണോ ഞങ്ങളെ തല്ലിയതെന്നൊന്നും ചോദിക്കണം എന്ന് പോലും ഒരു തീരുമാനമില്ല. കാരണം അങ്ങനെ ചോദിക്കണം എന്ന് എഴുതുന്ന ആൾക്കാർക്കൊക്കെ അടക്കോ ഒതുക്കോ ഇല്ലയെന്ന് ഇവിടെ ചിത്രീകരിക്കപ്പെടുകയെ. മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഇരുന്ന് പറയുകയാണ് അയാൾ എന്തിനാണ് നമ്മളെ തല്ലിയത്, അയാളുടെ പേരിൽ ഒരു കേസ് കൊടുക്കണം. ആഹാ, നിന്നെ ആരും അടക്കവും ഒതുക്കവും പഠിപ്പിച്ചില്ലേ ഫിദേ എന്നായിരിക്കും ഇന്നത്തെ ചോദ്യം. ഇങ്ങനെ ആഭാസകരമാണ് നമ്മുടെ ശാക്തീകരണ പ്രക്രിയ. അത് ഉപോദ്ബലകമായി വർത്തിക്കുന്നത് കൊണ്ട് അതിൻ്റെ പാർശ്വഫലങ്ങളാണ് താൻ ഈ പറഞ്ഞ സാധനം. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ നമ്മുടെ ഉദ്യോഗസ്ഥരുടെയൊക്കെ ഇപ്പോൾ പുരുഷൻ്റെ ദുഃഖം പെട്ടെന്ന് മനസ്സിലാവും. പുരുഷൻ്റെ ദുഃഖം, ഒരു റേപ്പിസ്റ്റായ പുരുഷൻ്റെ ദുഃഖം വരെ മനസ്സിലാക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ആണുങ്ങൾക്കും, ആണുങ്ങൾ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന പെണ്ണുങ്ങൾക്കും. ഞാൻ പറഞ്ഞ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും അടച്ചാക്ഷേപിച്ചതല്ല, അങ്ങനെ അല്ലാത്ത ആണുങ്ങളുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, കേരളത്തിൻ്റെ സോഷ്യോളജിക്കൽ ഹിസ്റ്ററി നിങ്ങൾ പഠിച്ചാൽ വളരെ യുണീക്കായിട്ടുള്ളൊരു സ്ഥാനമുണ്ട് കേരളത്തിന്. അത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല, ആരും ശ്രദ്ധിച്ചിട്ടില്ല. കാസ്റ്റ് പഠിച്ചിട്ടില്ല എല്ലാവരും. മെട്രിയാർക്കിയും പെട്രിയാർക്കിയും കേട്ടിട്ടുണ്ടോ? ഈ ലോകത്ത് പെട്രിയാർക്കിയാണ് നോം എല്ലായിടത്തും. പിതാവ് വഴി സ്വത്ത് വാങ്ങുക, അങ്ങനെ വന്നു. പുരുഷന്മാർ കല്യാണം കഴിച്ചു കൊടുത്താൽ സ്ത്രീക്ക് പിന്നെ ഈ കുടുംബത്ത് അവകാശം ഇല്ല, കുടുംബത്ത് അവകാശം പോയി, എല്ലാം പോയി, തീർന്ന്. ഇതാണ് പെട്രിയാർക്കി. അപ്പോൾ പെട്രിയാർക്കൽ നോംസ് എന്ന് പറയുന്നത് ഈ ജെൻഡർ ബയസിൻ്റെ ഭാഗമായിട്ട് വളരെ രൂഢമൂലമായി നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്ത്രീകളൊക്കെ ഇപ്പോൾ ജെൻഡർ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുന്നവരൊക്കെ പെട്രിയാർക്കിയുടെ ഭാഗമാണ്, മറ്റാണ് തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറയും. ഒരു കാര്യം മാത്രം എല്ലാവരും മറന്നു എന്താണെന്നറിയോ, ലോകത്തെമ്പാടും മെട്രിയാർക്കി എന്ന് പറഞ്ഞ് വേറൊരു സാധനമുണ്ട്. മരുമക്കത്തായം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അമ്മയിൽ നിന്ന്
എൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയോ? എൻ്റെ പേര് എസ് ശ്രീജിത്ത് എന്നാണ്. എസ് ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എസിൻ്റെ ഫുൾ ഫോം സുഭദ്രാമ ശ്രീജിത്ത് എന്നാണ് എൻ്റെ പേര്. എൻ്റെ അമ്മയുടെ പേരാണ്. എൻ്റെ അമ്മയുടെ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ ലോകത്ത് എവിടെ പോയപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ 23 യൂറോപ്പിൽ നിന്ന് വന്നേ ഉള്ളൂ. ഔദ്യോഗികമായി യൂറോപ്പിൽ പോയി. എവിടെയെങ്കിലും ഒരുപാട് ഫ്ലൈറ്റ് കയറി മാറി ഇറങ്ങിയാൽ പോയത്. ഫ്ലൈറ്റിൽ അവസാനം ഞാൻ എത്തുക. എപ്പോഴും എന്തെങ്കിലുമൊക്കെ തിരക്കായിരിക്കും. ഞാനെപ്പോഴും ഭയങ്കര തിരക്കും, ഉറക്കമൊക്കെ ആയിട്ട് നടക്കും. ലൗഞ്ചിൽ പോയി കിടക്കും, ഉറങ്ങും. ഞാൻ അനൗൺസ് ചെയ്യുന്ന മിസ്റ്റർ സുഭദ്രമ, മിസ്റ്റർ സുഭദ്രമ. ശ്രീജിത്ത് എന്ന് ആരും എന്നെ വിളിക്കുന്നില്ല. കാരണം എസ് ശ്രീജിത്ത്, സുഭദ്രാമ ശ്രീജിത്താണ്. എൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ മരിച്ച് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ജീവിച്ചിരിക്കുമ്പോൾ വലുതായിട്ട് മനസ്സമാനൊന്നും കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ജോലി കയറുന്നതിന് മുന്നേ ഒരു ജോലിയും കിട്ടാണ്ട് നശിച്ചു പോകില്ല എന്നുള്ള സങ്കടമായിരുന്നു. ജോലി കയറി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് ഒപ്പിക്കാമെന്ന് അറിയാത്തതിൻ്റെ മനസ്സമാനക്കേട്. അങ്ങനെ എന്തുകൊണ്ട് അമ്മയ്ക്ക് മനസ്സമാനം കിട്ടിയില്ല? ആ മനസ്സമാനം കിട്ടാത്ത അമ്മ മരിച്ചു കഴിഞ്ഞ് ഇത്രയും കാലം കഴിഞ്ഞിട്ട് അമ്മയുടെ പേര് വിളിച്ചിട്ട് ആംസ്റ്റർഡാമിൽ എയർപോർട്ടിൽ, സ്യൂറിക് എയർപോർട്ടിൽ, ഓസ്ലോയിൽ എന്നെ വിളിക്കുകയാണ്. മിസ്റ്റർ സുഭദ്രമ, മിസ്റ്റർ സുഭദ്രമ, സുഭദ്രമ, ഗേറ്റ് ഇസ് അബൌട്ട് ടു ക്ലോസ്, മിസ്റ്റർ സുഭദ്രമ. ഇത് എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഞാനിപ്പോൾ തമാശ എടുത്തൊക്കെ പറഞ്ഞെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രത്യേകത എന്ന് വെച്ചാൽ, ലോകത്ത് പെട്രിലീനിയലായിട്ട് പെട്രിയാർക്കലായിട്ട് ചിന്തിക്കുന്ന എല്ലാ സമൂഹങ്ങളും, മെട്രിയാർക്കിയിൽ വിശ്വസിക്കുന്ന എല്ലാ സമുദായങ്ങളെയും ട്രൈബൽസായിട്ടും പ്രിമിറ്റീവായിട്ടും ട്രീറ്റ് ചെയ്യുന്നു. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. മസായിസ് ഓഫ് ആഫ്രിക്ക, മുണ്ടാസ് ഒറാൻസ് ഓഫ് ബീഹാർ, ഖാസീസ് ഓഫ് മേഘാലയ, തോഡാസ് ഓഫ് നീൽഗിരി, ഹോപ്പി ഇന്ത്യൻസ് ഓഫ് സൗത്ത് അമേരിക്ക, എസ്കിമോസ്, ഇവരെല്ലാവരെയും ട്രൈബൽസാണ്. അതായത് മരുമക്കത്തായത്തിൽ വിശ്വസിക്കുന്നവരെല്ലാവരെയും ട്രൈബൽസ് ആയിട്ടാണ് ലോകത്തെല്ലായിടത്തും കണക്ക്. അവർ അപരിഷ്കൃതരും അധകൃതരുമാണ്. അതിന് വ്യത്യാസമുള്ള ഒരേ ഒരു ഭൂപ്രദേശം ലോകത്തുള്ളത് കേരളം. ഇവിടുത്തെ നായന്മാരാടോ. ഈ ഡോമിനൻ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് ആന്ത്രോപോളജിയിലും സോഷ്യോളജിയിലൊക്കെ. ഡോമിനൻ്റ് കാസ്റ്റ്. ഇവിടുത്തെ ഡോമിനൻ്റ് കാസ്റ്റ് ആരാ? അല്ല. എന്താ ഡോമിനൻ്റ് കാസ്റ്റിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഡോമിനൻ്റ് കാസ്റ്റ് മോർ ഇൻ നമ്പർ അല്ല, നായന്മാർ വളരെ കുറച്ചേ ഉള്ളൂ. ഭരണത്തിൻ്റെ മാത്രമല്ല, അവരുടെ ഏറ്റവും വലിയ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവരുടെ രീതികളാണ് ഇതര സമുദായങ്ങൾ പകർത്തുക. ഇതേടെ തറവാട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇരിക്കേ. ഇപ്പം ഞാൻ ചോദിച്ചതും മറുപടിയും കേട്ടോ. എന്താന്ന്? ഫിദയുടെ തറവാട്ടിൽ ആരൊക്കെ ഉണ്ട്? ഫിദയ്ക്ക് എന്നാടോ തറവാട് വന്ന്? ഫിദ ഇസ്ലാമല്ലേ? നിങ്ങൾക്ക് എവിടെയാടോ തറവാട്? ഇല്ല. ഈ തറവാട് എന്ന് പറഞ്ഞൊരു നായർ കൺസെപ്റ്റാണ്. തറവാട് എന്ന് പറഞ്ഞ വാക്ക് നായരുടെ വാക്കാ. ഇവിടെ നിങ്ങൾക്ക് എല്ലാവരും ഇപ്പോൾ തറവാട് എന്ന് പറയും. മനസ്സിലായോ? നമ്പൂരിയാണ് ഡോമിനൻ്റ് കാസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇല്ലെന്നാ പറയുക, അല്ലെ മനാന്ന് പറയും. ഇപ്പം ആശാരിമാരും പറയും തറവാടെന്ന് പറയും, ഈഴവന്മാർ പറയും തറവാടെന്ന് പറയും, ഫിദ പറയുന്നു തറവാടെന്ന്. നിങ്ങൾക്ക് ജാതി ഇല്ല എന്നുള്ള അറിയോ? നിങ്ങൾക്ക് പ്രവാചകന് ജാതി ഉണ്ടായിനാ? ഇല്ല. പക്ഷെ ഇവരെന്ത് ചെയ്തെന്നറിയോ? ഇവിടെ ഒരു പ്രത്യേക ജാതിയുടെ ഭാഷകൾ മാത്രം ഉപയോഗിക്കുന്നു, സംജ്ഞകൾ മാത്രം ഉപയോഗിക്കുന്നു. അതാണ് ഡോമിനൻ്റ് കാസ്റ്റിൻ്റെ പ്രത്യേകത. അങ്ങനെ ലോകത്ത് മെട്രിയാർക്കൽ രീതിയിൽ ജീവിക്കുന്ന ഒരു സമുദായത്തിനെ ഡോമിനൻ്റ് കാസ്റ്റ് ആക്കിയിട്ടുള്ള ഒരേ ഒരു ഭൂപ്രദേശം ലോകത്ത്, ഒരേ ഒരു ഭൂപ്രദേശം കേരളമാകുന്നു. ഇതാണ് കേരളത്തിൻ്റെ സോഷ്യോളജിക്കൽ ഹിസ്റ്ററിയുടെ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ത്രീകൾ തീരുമാനിച്ചു എല്ലാം. ആരുടെ കൂടെ കിടക്കണം എന്ന് വരെ, സഹശയനം നടത്തേണ്ടത് ആരുടെ കൂടെയാണെന്ന് സ്ത്രീകൾ തീരുമാനിച്ചിരുന്ന നാടാണ് കേരളം. മനസ്സിലായില്ലേ? അതിനെ നമ്മൾ എന്ത് പറഞ്ഞു? ഒരു കാലത്ത് ഇത് തെറ്റാണെന്ന് പറഞ്ഞു, ഭ്രാന്താണെന്ന് പറഞ്ഞു. കാരണം എന്താ? പെട്രിയാർക്കി, മറ്റേ ബ്രിട്ടീഷുകാരൻ പെട്രിയാർക്ക്. മനസ്സിലായോ? ഇവിടെ നിങ്ങൾ മനു എസ് പിള്ള എന്ന് പറഞ്ഞ ആളെ കേട്ടിട്ടുണ്ടോ? ഐവറി ത്രോൺ എഴുതിയ ആള്. അയാൾ പറഞ്ഞൊരു കാര്യം, 1700-കളിലെ തിരുവിതാംകൂറിൽ മാറ് മറയ്ക്കുന്ന സ്ത്രീ അഭിസാരികയാണെന്ന് വിശ്വസിച്ചിരുന്നു. മനസ്സിലായില്ലേ? നിങ്ങളെല്ലാവരും മാറ് മറച്ചിട്ടില്ലേ ഇരിക്കുന്നത്? ഇവിടെ ഒരു സന്ദർഭത്തിൽ വിശ്വസിച്ചിരുന്ന സ്ത്രീകൾക്കൊന്നും മറയ്ക്കാനില്ലാന്ന്. എന്തൊരു ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എത്ര പ്രോഗ്രസീവായിട്ട് അവർ ആലോചിച്ചിരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ?
ഇവിടെ ഇപ്പം നിങ്ങൾ ഈ ഷോൾ ഇടാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിങ്ങൾ വീട്ടുകാർ സമ്മതിക്കുമോ? നിങ്ങൾ 1700 ജീവിച്ചിരുന്നെങ്കിൽ ഉമ്മയമ്മേറാണി നിങ്ങളെ വിളിച്ച് പറയേണ്ടത് നിങ്ങളുടെ അഭിസാരിക്കാന്നുണ്ട് നിങ്ങൾ ശിക്ഷിച്ചേനെ. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇത്ര പ്രോഗ്രസീവായിട്ട് ജീവിച്ചിരുന്ന ഒരു സമൂഹമാണ് കേരളീയ സമൂഹം. ശരിയാണ്, ജാതീയമായ ഉച്ചനീചത്വങ്ങൾ കൊണ്ട് കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഭ്രംശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനുള്ളിൽ കൂടെ പോലും ഈ തരത്തിൽ ഒഴിമുറി എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, ആരെങ്കിലും പോയി കാണാൻ എല്ലാവരും യൂട്യൂബൊക്കെ എടുത്ത് നോക്ക്. ഒഴിമുറി, അവിടെ സ്ത്രീയാണ് എല്ലാം തീരുമാനിച്ചിരുന്നത്. അത് ബ്രിട്ടീഷുകാരൻ വന്ന് പെട്രിയാർക്കൽ നോംസ് നമുക്ക് തള്ളിക്കയറ്റി തന്നു. നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥ നശിച്ചു. പക്ഷെ ഇപ്പോഴും നമ്മൾ എന്ത് പറയും? തറവാട്, അമ്മാവൻ, മരുമകൻ, മുറച്ചെറുക്കൻ, മുറപ്പെണ്ണ്. ഇത് ജാതി ഭേദമന്യേ നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വാക്കുകളാ. ഇതൊക്കെ നായരുടെ ആടോ? ആ നായർ മെട്രിയാർക്കലാടോ? മെട്രിയാർക്കിയിൽ അമ്മയ്ക്കാണ് പ്രാധാന്യം. അഭിമാനിക്കണം. പക്ഷെ സങ്കടപ്പെടേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? 1978 ഒരു ബ്രിട്ടീഷുകാരിയാണ് വന്നിട്ട് ആദ്യമായിട്ട് നായന്മാരെ കുറിച്ച് പഠിക്കുന്നത്. ഇവിടെ ഒരു ഒറ്റൊരുത്തിന് സമയം കിട്ടിയില്ല. കാത്ലീൻ ഗോ. ശരി, അപ്പം ഈ നോംസ് ഫോളോ ചെയ്യുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് ഈ കേരളത്തിൻ്റെ സോഷ്യോളജിക്കൽ അംബാസഡേഴ്സ് ആവണം നിങ്ങൾ. മനസ്സിലായില്ലേ? ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ ധന്യ നേരത്തെ പറഞ്ഞ പ്രശ്നം, ജെൻഡർ ന്യൂട്രാലിറ്റി ഇവരുടെ ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ കയറിയിട്ടില്ല. ഒരു സ്ത്രീ പരാതി പറഞ്ഞാൽ അവൾ പിഴയാണെന്ന് പറയുന്ന ഉദ്യോഗസ്ഥരാണ് നമുക്ക് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അഖിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ജെൻഡർ ന്യൂട്രാലിറ്റി ഈസ് എ മസ്റ്റ് വാച്യു ഫോർ സിവിൽ സർവൻസ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, യൂറോപ്പിലുള്ള ഒരു ഫ്രണ്ടാണ് എൻ്റെ. ഷീസ് എ ലേഡി. തന്നെത്താൻ ഈ ലോകം മുഴുവൻ കറങ്ങുന്ന ഒരു സ്ത്രീയാണ്, അതിസുന്ദരിയാണ്. അപ്പോൾ അവരൊരിക്കൽ ഞങ്ങളോട് അറിയിക്കാതെ ഞാൻ DIG ആയിരിക്കും, അതായത് 2012-13 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വന്നു ഇങ്ങനെ കറങ്ങുക, കേരളത്തിലേക്ക് കറങ്ങുക. അപ്പം നമ്മൾ പുത്തൻകുരിശ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പം ഇങ്ങനൊരു സ്ത്രീ. അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ ഈ യൂറോപ്പിൽ ക്ലൈമറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഒരു മിനിമം ഡ്രസ്സേ ഇടുള്ളൂ. ചെറിയ ട്രൗസർ ഇടും, ബനിയൻ ഇടും ഒക്കെ. അങ്ങനെ ഇട്ടിട്ടാണ് അവർ ബൈക്കൊക്കെ ഓടിച്ചിട്ടാണ് പോവുക. ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഇവരെന്നെ വിളിച്ചില്ല. ഇവരെന്ത് ചോദിച്ചാൽ പുത്തൻകുരിശ് പോലീസ്, അവർ നിയമത്തിൻ്റെ വഴിക്ക് പോവാം, നിയമമുണ്ടല്ലോ. പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടുത്തെ SIയുടെ പെരുമാറ്റം കണ്ടപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. അവർ കരയണൊക്കെ ഇത്തിരി പണിയാണ്, മനസ്സിലായില്ലേ? അവർ ഇസ്രയേലി ആർമിയുടെ കൂടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ സ്ത്രീയാണ്. ഇസ്രയേലി ആർമിയിലെ സ്ത്രീകളുടെ കൂടെ ട്രെയിനിങ് കഴിഞ്ഞ ക്രാവ് മാഗ എന്നും പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു ആയോധന കലയാണ്. അതൊക്കെ പഠിച്ചിട്ടുള്ളൊരു സ്ത്രീയാണ്. അവർ കരഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ SIയെ വിളിച്ച് ഞാൻ ചോദിച്ചു. SIയുടെ അതിൻ്റെ ഗതികേടെന്താണെന്നറിയോ? SI എൻ്റെ ട്രെയിനിങ് കൂടിയാണ്. ഈ SI ഞാൻ കൊല്ലത്ത് SP ആയിരുന്നപ്പോൾ എൻ്റെ ട്രെയിനിങ് SI ആയിട്ടിരുന്ന ആളാണ്. ഞാൻ അയാളെ വിളിച്ച് ചോദിച്ചു, എന്താണോ ഒരു പ്രശ്നം അവിടെ? ഈ കുറച്ച് ആൺപിള്ളേർ, നമ്മുടെ പിള്ളേർ. ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് അറിയിച്ചില്ല. ഞാൻ സാറേ ഫസ്റ്റ് വാചകം അവൻ്റെ വായിൽ നിന്ന് വന്നത്, നിങ്ങൾ മനസ്സിലാക്കണം, അയാളിപ്പോൾ ഒരു DYSP ആണ്. ആ ഉദ്യോഗസ്ഥൻ നല്ല ഉദ്യോഗസ്ഥനാണ്. ഏതാ? സത്യസന്ധനാണ്, സ്ട്രെയിറ്റ് ഫോർവേഡാണ്, കൈക്കൂലി മേടിക്കില്ല, കള്ളത്തരങ്ങളില്ല, ഒന്നുമില്ല, നല്ല ഇൻവെസ്റ്റിഗേഷൻ അറിയാം. ആദ്യം അയാൾ പറഞ്ഞ വാചകം, സാറേ ആ വന്ന സ്ത്രീ അവൾ മഹാപ്പിഴയാ സാറേ. എൻ്റെ പെരുവിരൽ നിന്ന് അരിച്ചു വന്ന് എനിക്ക് ഇവൻ എങ്ങനെയാ മനസ്സിലാക്കിയത് ഒരു പിഴയാന്ന്. അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്താണോ താൻ അങ്ങനെ പറഞ്ഞ്? സാർ അടിവസ്ത്രവും ധരിക്കാതാണ് സാറേ പോലീസ് സ്റ്റേഷനിൽ വരുന്നത്. അപ്പോൾ ഒരു സ്ത്രീ വന്നാൽ അവരുടെ പരാതി കേട്ട് നടപടി എടുക്കേണ്ടവൻ അവർ അടിവസ്ത്രം നോക്കാൻ പോയത് എന്തിനാണ്? പോലീസുകാരുടെ പണി ഇതാണോ? എടോ, നീതി ദേവതയുടെ കണ്ണ് കെട്ടി വെച്ചിരിക്കണം. എന്താണെന്നറിയോ? ഒന്നും നോക്കരുത്, മനസ്സിലായില്ലേ? കോടതിയിലെ പ്രക്രിയക്ക് പറയുന്ന പേര് ഹിയറിംഗ് എന്നാ. സീയിങ് എന്ന് പറഞ്ഞൂടെ? അവിടെ എല്ലാവരും പരസ്പരം കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. പക്ഷേ ദ ജഡ്ജ് ഇസ് സപ്പോസ് ടു ലിസൺ, ദ പോലീസ് ഓഫീസർ ഇസ് സപ്പോസ് ടു ലിസൺ, നോട്ട് ലുക്ക്. വരുന്നവൻ്റെ മുഖം എന്താണ്, അവൻ്റെ ചേഷ്ട എന്താണ്, അവൻ്റെ ഭംഗി എന്താണ്, അവൻ്റെ ഭംഗിക്കുറവ് എന്താണ്, അവൻ്റെ വസ്ത്രം എന്താണ്, ഇതൊന്നും നോക്കേണ്ട പണി പോലീസുകാരൻ്റെ അല്ലാന്ന്. അവനവന് പണിയെടുക്കടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ച്. ഏതാ? എനിക്ക് കൺട്രോൾ ചെയ്യാൻ വരുന്നൊരു പരിധിയില്ലേ, തെമ്മാടത്തിന് കേൾക്കാൻ വരുന്നതിന്. ഞാൻ നമ്മളെ തനിക്ക് എങ്ങനെ മനസ്സിലായടോ? താനെപ്പോഴും അടി ദിവസം വെച്ചോണ്ടോ നടക്കണേ? അപ്പം SIക്ക് മനസ്സിലായി ഞാൻ മറുവശത്താണ്. മനസ്സിലായില്ലേ? അടുത്ത 2 മണിക്കൂറിനകത്ത് ആന്മാരെ മുഴുവൻ പിടിച്ച് ജയിലിടും, ബഹളമൊക്കെ നടന്നു. അതെന്തിനാടോ? ഒരു DIG വേണോ ഒരു സ്ത്രീക്ക് നീതി കൊടുക്കാൻ?
ഇവിടെ ഏത് പോലീസ് സ്റ്റേഷനിൽ പോയാലും, ഏത് റവന്യൂ ഓഫീസിൽ പോയാലും, ഏത് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോയാലും, ഏത് സിവിൽ സർവീസിൻ്റെ അടുത്ത് പോയാലും ഒരേ പെരുമാറ്റം കിട്ടണം. ദാറ്റ് ഷുഡ് ബി ജെൻഡർ ന്യൂട്രൽ. ദാറ്റ് ഷുഡ് ബി ജെൻഡർ ന്യൂട്രൽ. അതില്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. അതിനുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള പരിഹാരം ഞാൻ ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞതാ. ലെറ്റ് ഹർ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് മീ. വാട്ട് എവർ ഷീ നീഡ്സ് വിൽ ബി ഡൺ. നമുക്കിവിടെ ഒരുപാട് പേരുണ്ട്, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ട്. അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇല്ല എന്തൊരു കുറച്ച് കഴിഞ്ഞാൽ ഫിദയ്ക്കൊക്കെ ഈ സിസ്റ്റത്തിൽ വിശ്വാസം പോകും. പറഞ്ഞിട്ട് കാര്യം നന്നാവൂല അങ്ങനെ വിചാരിക്കരുത്. ബിക്കോസ് യു ആർ ദ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ചേഞ്ച്. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് പണ്ട്, ബി ദ ചേഞ്ച് ദറ്റ് യു വോണ്ട് ടു സീ ഇൻ ദ സൊസൈറ്റി. നിങ്ങൾ ആ ചേഞ്ച് ആവണം. എനിക്ക് ഭാഗ്യത്തിന് മോളാ, എനിക്കൊരു മോളാ. എന്താ ഭാഗ്യത്തിന് മോളാന്ന് പറഞ്ഞാൽ, എനിക്കൊരു ആൺകുട്ടിയായിരുന്നു വെച്ചാൽ നിങ്ങളൊക്കെ ചിലപ്പോൾ പറയും അയാൾക്ക് ആൺകുട്ടിയില്ല, അയാൾക്ക് എന്തുവേണേൽ പറയാമെന്ന് പറയും. അങ്ങനെയല്ല, എനിക്കൊരു മോളാണ്. ആ മോളെ ഞാൻ ഇഷ്ടം പോലെ രാത്രി ഒറ്റക്കിറക്കി വിടും. പോയി നടന്ന് വരുക, എന്ത് വരുന്നിടത്ത് കാണാം. അവൾ പക്ഷേ ഗതികേണ്ടെന്ന് പറയാം, അവൾ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് സെക്കൻഡ് ഡാന, ഇപ്പോൾ നാഷണൽസിന് പോയെന്ന് കേരളത്തിലെ സിൽവർ മെഡലിസ്റ്റൊക്കെയാണ്. ഞാൻ വളരെ സൂക്ഷിച്ചൊക്കെയാണ് വീട്ടിൽ, വലിയ അഭ്യാസത്തിനൊന്നും നിൽക്കില്ല, ഒരു സൈഡ് വാരം ചേർന്ന് ഇങ്ങനെ പോവും. അപ്പോൾ അവൾക്കിപ്പോൾ ആ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമാണ് ആ കരാട്ടെ കാരണം. എൻ്റെ ഭാര്യയ്ക്ക് ആ കോൺഫിഡൻസ് ഇല്ല. ഇപ്പോൾ നാഷണൽസിന് പോകുമ്പം അമ്മയുടെ കൂടെ കല്യാണി ഉണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും ആലോചിക്കണ്ട. ഇല്ല ഞാൻ പോലീസിൻ്റെ ബന്ധവസ്തൊക്കെ ഇറങ്ങണം എൻ്റെ ഭാര്യയ്ക്ക് മാത്രം പോകാനാണെങ്കിൽ. ആ ലെവൽ ഓഫ് കോൺഫിഡൻസിൽ എനിക്കൊരു മോളെ വളർത്തിയെടുക്കാൻ പറ്റി എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ അഭിമാനമാണ്. അവളോട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ സഹോദരിമാർക്കൊക്കെ ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കിയ വാചകമാണ്. ഞാൻ പറഞ്ഞ വെച്ചാൽ, നിനക്ക് നല്ല സൗകര്യമുണ്ട്, കല്യാണം കഴിച്ചാൽ മതി, ഒരു നിർബന്ധമില്ല. വിവാഹം ഒരു പുരുഷൻ്റെ അനിവാര്യത എത്രയാണോ അത്ര തന്നെ ഒരിക്കൽ നമുക്ക് കൂട്ട് വേണം. മനസ്സിലായില്ലേ? നമുക്ക് നല്ലൊരു കൂട്ട് വേണം, നമുക്ക് കൈപിടിക്കാൻ ഒരാൾ വേണം, നമ്മളെ കൂടെ നടക്കാൻ ഒരാൾ വേണം, നമുക്ക് എന്ത് ആവശ്യത്തിനും പറയാനും ചിരിക്കാനും തമാശ പറയാനും ഒരാൾ, അതൊക്കെ നമുക്ക് വേണം. അതൊരു പുരുഷന് എത്ര കണ്ട് വേണോ അത്ര തന്നെ ഒരു സ്ത്രീക്ക് മതി. അതിന് പറ്റുന്ന ഒരാളെ കണ്ടാൽ മാത്രമേ എൻ്റെ മോള് കല്യാണം കഴിക്കണ്ടൂ. അല്ലാണ്ട് ഇവളെ ആരുടെയെങ്കിലും ഒരു കയ്യിലൊന്ന് ഏൽപ്പിച്ചിട്ട് വേണം ദൈവമേ എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ, ഇയാൾ വേണേ കണ്ണടച്ചാൽ മതിയുള്ളൂ, ആരെങ്കിലും അത്യാവശ്യം പറഞ്ഞു തരുള്ളൂ. എന്ത് കാര്യത്തിനാണ് ഇയാൾ ഇങ്ങനെയൊക്കെ പറയണത്? ഇങ്ങനെ പറയുന്ന എല്ലാ അച്ഛന്മാരും, നിങ്ങളുടെ ആരെങ്കിലും അച്ഛന്മാരുണ്ടെങ്കിൽ അവരെ ഞാൻ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതല്ല, അവരെല്ലാം ഒരു ബലാത്സംഗ സംസ്കാരത്തിൻ്റെ വക്താക്കളാണ്. എന്താ ഈ ബലാത്സംഗ സംസ്കാരം എന്നറിയാം നിങ്ങൾക്ക്? ഈ ഗോവിന്ദചാമി അടുത്ത്, പിന്നെ മറ്റേ ഡൽഹിയിൽ മറ്റേ തൂക്കിക്കൊന്നവന്മാരുടെ അടുത്ത് BBC ഡോക്യുമെൻ്ററി സമയത്ത് ചോദിച്ചു, എന്തിനാ നിങ്ങൾ അപ്പോൾ അവർ പറഞ്ഞെന്താ പറയുക, രാത്രി 9:30 പുറത്തിറങ്ങി നടക്കുന്ന ഒരു പെണ്ണ് എന്തിനു നടക്കുക? ലൈംഗിക ദാഹം കൊണ്ടല്ലേ എന്ന് പറയുന്ന ആ റേപ്പിസ്റ്റിൻ്റെ ഫിലോസഫി എൻഡോഴ്സ് ചെയ്യുന്ന മാതാപിതാക്കൾ ഈ നാട്ടിലുണ്ട്. ആ മാതാപിതാക്കൾ പറയുന്നത് എന്താണെന്നറിയോ? രാത്രി ഒരു 8 മണിയൊക്കെ കഴിഞ്ഞാലേ പുറത്തിറങ്ങിയ അപകടമാണേ, വീട്ടിലിരിക്കണം. അത് എങ്ങനെ ഇരിക്കണം? അടങ്ങി ഒതുങ്ങിയിരിക്കണം. ആണുങ്ങളെ കണ്ടാൽ എന്ത് ചെയ്യണം? ബഹുമാനിക്കണ്ടേ? ഇവിടെ ബഹുമാനത്തിന് അർഹതയുള്ളവരെ ബഹുമാനിക്കണോ? കണ്ട എല്ലാ ഫ്രോഡുകളും ബഹുമാനിക്കാണ്ട്. ഇങ്ങനെ പറയാനുള്ള ചങ്കൂറ്റുള്ള മാതാപിതാക്കൾ വേണം. അവർ പറയണം മക്കളോട്, നിങ്ങൾക്ക് വിവാഹം കഴിക്കണം, വേണം. എന്നോട് മോള് ജനിച്ചു പറഞ്ഞാൽ എൻ്റെ 2-3 ബന്ധുക്കൾ വിളിച്ച് വെച്ചു, 2-3 സ്വർണ്ണച്ചിട്ടിയുണ്ട്, ചേരുന്നോ? ഞാൻ വെച്ചേ അതെന്തിനാ? അല്ല മോള് കല്യാണം കഴിക്കാറാകുമ്പോൾ എടോ, പക്ഷേ ആണ് സംശയമില്ല. മാത്രമല്ല പലപ്പോഴും ഉണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് കല്യാണം നടത്തുന്ന പൈസയുടെ ഒരു ക്വാർട്ടർ ഉണ്ടെങ്കിൽ സുന്ദരമായിട്ട് പഠിപ്പിക്കാം. എൻ്റെ ഞങ്ങളുടെ കോളേജിയേറ്റിൻ്റെ എക്സാം നടന്നത് 2019-ലാണ്. ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ല. ഇത്രയും സമയം ഞങ്ങളുടെ വേസ്റ്റാണ്. ഇതുവരെ ഒരു ഷോർട്ട് ലിസ്റ്റ് പോലും പബ്ലിഷ് ചെയ്തിട്ടില്ല PSC. അല്ല, അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം ഞാൻ എന്ത് പറയാനാ. പക്ഷെ ഞാൻ നിങ്ങളില്ല ഓരോരുത്തരോടും ഞാൻ പറയുന്നു, നിങ്ങൾ ഇഫ് യു ഫോൾ ഷോർട്ട് ഓഫ് മോട്ടിവേഷൻ, ഇഫ് യു തിങ്ക് ദറ്റ് ദ വേൾഡ് ഇസ് അഗൈൻസ്റ്റ് യു, പ്ലീസ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് മീ പേഴ്സണലി. ഞാൻ ഭയങ്കര തിരക്കുള്ള വെച്ചാൽ ഞങ്ങൾ വിളിക്കുമ്പോൾ സൗകര്യത്തിന് ഫോണൊന്നും എടുക്കില്ല. പക്ഷേ അതിനർത്ഥം എനിക്ക് താല്പര്യമില്ല എന്നല്ല. ഐ വോണ്ട് ടു ഹെൽപ്പ് എവ്രി വൺ. അത് എൻ്റെ വലിയ ഉദാര മനസ്കത കൊണ്ടുമല്ല, ഇത് ഈ സമൂഹത്തിൻ്റെ വേസ്റ്റാണ്. ഈ 2 കൊല്ലം ഈ കുട്ടിയുടെ പോയി എന്ന് പറയണതും
എൻ്റെ ഓഫീസിൽ ഓയെ അവൻ 10ാം ക്ലാസ് മതിയിടുമോ? 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യൂണായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന സ്ത്രീ ഫിസിക്സിൽ ഡോക്ടറേറ്റ് എടുത്തിട്ട് വന്നിരിക്കുന്നത് എന്തിനാ? ഷിയർ വേസ്റ്റ്. അപ്പം അങ്ങനെയുള്ള വേസ്റ്റേജസ് വരുമ്പോൾ നിങ്ങൾ ഈ പണിയെടുത്തിട്ട് ഗുണം കിട്ടുന്നില്ല, എന്തെങ്കിലും ജോലി എടുത്ത് എങ്ങനെയെങ്കിലും ജീവിക്കണമെന്ന് നിങ്ങൾക്ക് പ്രഷർ വരുമ്പോൾ അങ്ങനെ പറയുന്നവരോട് സംസാരിക്കാൻ വരെ ഞാൻ റെഡിയാണ്. ഒന്ന് അടങ്ങ് വേലായതാ, ഇത് കുഴപ്പമില്ല, കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യൂ. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട്സ് ഉദ്ദേശിക്കുന്ന സമയത്ത് കിട്ടിക്കൊള്ളുന്നില്ല. നിങ്ങൾക്കറിയാം, വൈ വി ചന്ദ്രചൂഡ് എന്ന് പറഞ്ഞൊരു സുപ്രീം കോടതി ജസ്റ്റിസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു വൈ വി ചന്ദ്രചൂഡ് ഉണ്ടായിരുന്നു, വേറൊരു ചന്ദ്രചൂഡ് ഉണ്ടായിരുന്നു. അദ്ദേഹം 5 കൊല്ലാണ് ഒറ്റ കേസിലാണ്ട് കേസ് ലോ മാത്രം പഠിച്ചിരുന്നത്. മനസ്സിലായോ? സ്വന്തമായിട്ട് ആരും കേസ് ഏൽപ്പിക്കുന്നില്ല, വക്കീലാണ്. മനസ്സിലായില്ലേ? 5 കൊല്ലം വെറുതെ ഇരുന്ന് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സ്, ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ്സ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. മാഡം ക്യൂറിയും പിയറി ക്യൂറിയും 18 വർഷമാണ് ഈ പിച്ച് ബ്ലെൻഡ് എന്നുള്ള സാധനം ഇളക്കി കളിച്ച്. മനസ്സിലായില്ലേ? വലിയ കാര്യങ്ങൾ പുറത്തു വരാനായിട്ട്. ശ്രീവത്സ കൃഷ്ണ എന്ന് പറഞ്ഞാൽ 94 IAS ടോപ്പർ ഉണ്ട്, ശ്രീവത്സ കൃഷ്ണ. അതെപ്പോഴും സർവീസിലുണ്ടെന്ന് തോന്നുന്നു. പുള്ളി ആദ്യത്തെ കൊല്ലം സിവിൽ സർവീസ് എഴുതി IPS കിട്ടി. അപ്പോൾ അയാൾക്ക് IPS അല്ല വേണ്ടത്, അയാൾക്ക് IAS വേണം. അപ്പോൾ അയാൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൊല്ലം ജോയിൻ ചെയ്യാണ്ട് 1 കൊല്ലം കൂടെ എഴുതി. അടുത്ത കൊല്ലം പ്രിലിംസ് പാസ്സായില്ല. മനസ്സിലായില്ലേ? അയാൾ അപ്പോൾ എന്ത് ചെയ്തെന്ന് അറിയോ? അയാൾക്ക് SBIയിൽ ജോലി ഉണ്ടായിരുന്നു, പ്രൊബേഷണറി ഓഫീസർ ആയിരുന്നു അയാൾ. അത് റിസൈൻ ചെയ്ത് അയാൾ വീണ്ടും പഠിച്ച് അടുത്ത കൊല്ലം ടോപ്പറായി 94. ഇത് കണ്ടിട്ടേ ഇതുപോലെ ഇയാളിതിങ്ങനെ ചെയ്യാൻ കാരണം 89 ഒരാളിങ്ങനെ റിസൈൻ ചെയ്ത് പോയിരുന്നു, പ്രൊബേഷണറി ഓഫീസർ. അദ്ദേഹം IPS ആയി. അതൊന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ടാണ് ഇദ്ദേഹം ചെയ്തത്. അപ്പം ഞാൻ ഈ 89 ആൾ വിദ്വാനി ചെയ്തതായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് അൽകേഷ് ശർമ്മ എന്ന് പറഞ്ഞ IPS ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചെയ്തത് അറിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, എനിക്ക് ആകാശവാണിയിൽ ജോലി കിട്ടി. 1990 എനിക്ക് ആകാശവാണിയിൽ ജോലി കിട്ടി. ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവ്, നല്ല ജോലി. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പരീക്ഷ എഴുതി, നല്ല ജോലി, നല്ല മാന്യമായ കൊച്ചി FM ജോലി. ഓഗസ്റ്റ് 14, 1991 ഞാൻ ഗുരുവായൂർ, എൻ്റെ അച്ഛനും അമ്മയും കോഴിക്കോട് നിന്ന് വരുന്നു. ഞാൻ അവരെ കാണാനായിട്ട്, എനിക്കൊരു ബൈക്കുണ്ട്, ആ ബൈക്ക് എടുത്തിട്ട് ഞാൻ എറണാകുളത്ത് നിന്ന് ഗുരുവായൂർ വരുന്നു. അച്ഛനോടും അമ്മയോടും അമ്പലത്തിലൊക്കെ തൊഴുത് അവർ ഹാപ്പിയായി ഇങ്ങനെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ നേരത്തെ ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, അച്ഛാ ഞാനൊരു കാര്യം ആലോചിക്കുകയാണ്, ഞാൻ ഈ ജോലി രാജിവെച്ചാലോ എന്ന് ആലോചിക്കുകയാണ്, എന്നിട്ട് സിവിൽ സർവീസിന് പഠിക്കാൻ പോവാണ്. എൻ്റെ അച്ഛൻ അന്ന് BP കൂടിയിട്ട് അന്ന് രാത്രി ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നു. കാരണം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, എങ്ങനെയൊക്കെയോ ഗതികെട്ട് നടക്കുന്ന ഒരുത്തനൊരു ജോലി കിട്ടിയെന്ന് വിചാരിച്ചെന്ന് മനസ്സമാനപ്പെട്ടിരിക്കുമ്പോൾ അവൻ അടുത്ത തലവേദനയും കൊണ്ട് വന്നിരിക്കുകയാണ്. അവന് ജോലി രാജിവെച്ചിട്ട് സിവിൽ സർവീസിന് പഠിക്കണത്. ഇവനെ കൊണ്ട് ഈ ജന്മത്ത് പറ്റുമോ സിവിൽ സർവീസ് കിട്ടാൻ? പക്ഷെ ഞാൻ ഇന്നും എൻ്റെ മരിച്ചുപോയ അച്ഛനോടും അമ്മയോട് ഇപ്പോഴും ഞാൻ പറയാം, നിങ്ങൾ എനിക്കൊരു 4 കൊല്ലം സീനിയോറിറ്റി കിട്ടിയേനെ. ഞാൻ 26-ാം വയസ്സിൽ സർവീസ് കയറിയതിന് പകരം എനിക്ക് 22-ാമത്തെ വയസ്സിൽ കയറാൻ പറ്റിയേനെ. ഞാൻ മനോജ് ഇബ്രാഹിം സാറിനോട് പറയും, എൻ്റെ സീനിയറാണ്, പക്ഷെ എന്നെക്കാൾ വയസ്സ് കുറവാണ്. ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ അച്ഛനും അമ്മയും പേടിച്ചോളാം സാറിൻ്റെ സീനിയറായത്, മനസ്സിലായോ എന്ന് പറഞ്ഞ് കളിയാക്കും എപ്പോഴും ഞാൻ. പക്ഷെ ദോസ് ആർ ലോസ്റ്റ് ചാൻസസ്. മനസ്സിലായില്ലേ? അപ്പം ഞാനതാണ് നിങ്ങളോട് പറയുന്നത്, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, ആ ലക്ഷ്യം സിവിൽ സർവീസാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, സ്പെയർ നോ എഫേർട്ട്. അതിന് കല്യാണം ഒരു തടസ്സമാവരുത്. നിങ്ങളോട് ഞാൻ പറയുന്നു, ആഫ്റ്റർ ദ 4th അറ്റംപ്റ്റ് എന്ന് പറഞ്ഞൊരു ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഹിന്ദുസ്ഥാൻ ടൈംസിൽ ആർട്ടിക്കൽ ഉണ്ടായിരുന്നു, ആഫ്റ്റർ ദ 4th അറ്റംപ്റ്റ്. അന്ന് 4 അറ്റംപ്റ്റേ പറ്റുള്ളായിരുന്നു ഞങ്ങൾ പഠിക്കുന്ന സമയത്ത്. 4 അറ്റംപ്റ്റ് കഴിഞ്ഞിട്ട് കിട്ടാത്തവരുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിക്കൽ ഉണ്ടായിരുന്നു. ആ ആർട്ടിക്കൽ വാസ് എ ടോട്ടൽ മിസ്നോമർ. അത് ആൾക്കാരെ മിസ്ലീഡ് ചെയ്തു. ഞാൻ കണ്ട എല്ലാവരും ഉണ്ടല്ലോ ഭീകരന്മാരാ കിട്ടാത്തവർ. എൻ്റെ കൂടെ ഒരു വിവേക് രാമചന്ദ്രൻ ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും അബുദാബി പോവുകയാണെങ്കിൽ വിവേക് രാമചന്ദ്രൻ ഒരു മെസററ്റി എന്ന് പറഞ്ഞ കാർ കിട്ടുന്നുണ്ട്. നിങ്ങളാരെങ്കിലും മെസററ്റി എന്ന് പറഞ്ഞൊരു കാറുണ്ട്, ഭയങ്കര ഒരു ഹൈ സ്പീഡ് കാറാണ്. ഒരു കറുത്ത മെസററ്റിയുടെ മുകളിൽ ആനയുടെ ചിത്രമാണെങ്കിൽ കൈ കാണിച്ചോ, അത് വേണ്ടിയാ. അവൻ ഈ ആനപ്രേമിയാണ്. ആനയെടുത്ത് പോയിട്ട് ഇങ്ങനെ മണിക്കൂർ കണക്കിന് ഇങ്ങനെ ഇരിക്കും. ആന എന്തൊക്കെ ചെയ്യുന്നു, ആനയെ കാണാൻ ഭയങ്കര കൗതുകമാണ് അവൻ പറഞ്ഞത്. ഞാൻ ആനയെ കണ്ടിട്ട് എനിക്ക് കുറച്ച് കഴിയുമ്പോൾ പേടിയാവുന്നല്ലാണ്ട് എനിക്ക് വലിയ കൗതുകമൊന്നും തോന്നിയില്ല. ആനയാണ്, ആന ഓക്കെ, നല്ല നമസ്കാരം, ആനയെ നമുക്ക് പോവാം നമ്മളെ പാട്ടിന്. ഇത് അദ്ദേഹം അല്ല, അങ്ങനെ ഒരു ആനപ്രേമിയാണ്. അവൻ എൻ്റെ കൂടെ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്ത് എന്നെക്കാളും ബ്രില്യൻ്റ് ആണെന്ന് എനിക്ക് ഉറപ്പുള്ളൊരു വ്യക്തിയാണ്. മെയിൻസ്
ഫസ്റ്റ് ഇയർ 3 മാർക്കിന്, സെക്കൻഡ് ഇയർ 7 മാർക്കിന് മെയിൻസിൻ്റെ കട്ട് ഓഫിന്, മൂന്നാമത്തെ ദിവസം 2 മാർക്കിന് മെയിൻ എക്സാമിൻ്റെ കട്ട് ഓഫ് നിന്ന് കുറഞ്ഞ മാർക്ക് കിട്ടി മിസ്സായിപ്പോയ മനുഷ്യൻ. 6 മാസം ഞങ്ങൾ അവന് കാവലിരുന്ന് അവൻ ആത്മഹത്യ ചെയ്യാതിരിക്കും. കാരണം എഫേർട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സിവിൽ സർവീസിൻ്റെ എഫേർട്ട് എന്താ കഴിഞ്ഞവരോട് ചോദിച്ചൊക്കെ അവർ പറഞ്ഞുതരും. അത് കഴിഞ്ഞത് 3 കൊല്ലം ഓരോ തവണ കിട്ടാണ്ടായി കഴിഞ്ഞ് പിന്നെയും പണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അവനിപ്പോൾ എന്താ സ്ഥിതി എന്നറിയാം? ബാങ്ക് ഓഫ് ലൈറ്റൻസ്റ്റൈൻ എന്ന് പറഞ്ഞൊരു ബാങ്കിൻ്റെ മാനേജിങ് ഡയറക്ടർ പോസ്റ്റിലിരിക്കുകയാണ്. അവന് ഞാൻ ഈ സിവിൽ സർവീസിൻ്റെ കുളൂസ് പറയുമ്പം അവൻ്റെ പൈസയുടെ കുളൂസ് കൊണ്ട് എന്നെ തോൽപ്പിക്കും. അവന് മറ്റേ ഇത് വന്നില്ലേ, ഒരു എക്കണോമിക് ഡിപ്രഷനൊക്കെ വന്നല്ലോ കുറച്ച് കാലം മുമ്പ്. അവനൊരു എന്ത് ചെയ്യാനാ, ഒരു 2.5 കോടി ദിർഹം പോയി. പിന്നെ മെസററ്റി വാങ്ങിയപ്പോൾ അവനോട് പറയും, നീ മെസററ്റി കണ്ടുണ്ടോ? ഞാൻ പറഞ്ഞാൽ ഞാൻ ഫ്രാങ്ക്ഫർട്ടിലും മറ്റേ ഷോറൂമിന് പുറത്ത് പോയിട്ട് ഇങ്ങനെ വായി നോക്കി നിൽക്കായിരുന്നു മെസററ്റി. പിന്നെ ഞാൻ യൂറോപ്പിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ മെസററ്റി ഭൂം, യൂറോപ്പിൽ ഓട്ടോബാൻ എന്ന് പറഞ്ഞ സാധനമുണ്ട് ജർമ്മനിയിൽ. ഞാൻ എൻ്റെ വലിയൊരു പാഷനാണ് ഡ്രൈവിങ്. യൂറോപ്പിൽ പോയാൽ ഞാൻ വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്യും, കാർ ഹെയറിനൊക്കെ എടുത്തിട്ട്. പിന്നെ എൻ്റെ റിലേറ്റീവ്സിൻ്റെ വണ്ടിയൊക്കെ ഉണ്ടാക്കി എടുത്ത് ഓടിക്കും. ഞാൻ എസ് ക്ലാസ് ബെൻസ് ഞാൻ ഒരിക്കൽ ഓട്ടോബാനിൽ ഓടിക്കുമ്പം ഞാൻ ഐ എം ഡൂയിങ് 260, 260 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പോകണം. എന്താ സ്പീഡ് ട്രാക്കാണ്, അവിടെ സ്പീഡ് ലിമിറ്റ് ഇല്ല. അപ്പോൾ അവിടെ ഈ ഹെഡ്ലൈറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ തെറി പറയാമെന്നാണ് അതിനർത്ഥം. അവിടെ ഹെഡ്ലൈറ്റ് ഇടുക അല്ലെങ്കിൽ ഹോൺ അടിക്കലൊന്നും ഇല്ല യൂറോപ്പിൽ. അപ്പം ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ റിയർ വ്യൂ മിററിൽ ഒരു ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നു. ഇപ്പോൾ 260 കിലോമീറ്റർ സ്പീഡ് പോകുന്ന വണ്ടിക്ക് ലൈറ്റ് ഫ്ലാഷ് ചെയ്യണമെങ്കിൽ അത് എത്ര സ്പീഡിലായിരിക്കും വരുന്നത്? ഞാൻ വേഗം വണ്ടി ഒതുക്കി കൊടുത്തു. ഒരു സാധനം ഫും എന്നൊരു സാധനം ഇട്ട് പോയി. 320 മുകളിൽ എങ്കിലും സ്പീഡില്ലാണ്ട് അങ്ങനെ പോകാൻ പറ്റില്ല. അതായിരുന്നു ഒരു മസററ്റി. മനസ്സിലായില്ലേ? ആ സൈസ് ഒരെണ്ണം വാങ്ങിയിട്ട് എൻ്റെ മുമ്പിലും ഞെളിയുക. വേണേ ഒന്ന് വരുമ്പോൾ ഇനി അടുത്ത തവണ അബുദാബി വരുമ്പോൾ കയറിക്കോളൂ. ഇപ്പോൾ ഇത്തവണ ഞാൻ തിരിച്ചു വന്നത് ദുബായ് വഴിയാണ് വന്നത്. പക്ഷെ അവനെന്ത് തിരിച്ച കോവിഡായപ്പോൾ അവനെനിക്ക് മസററ്റി കയറാൻ പറ്റിയില്ല. അവൻ കോവിഡ് വന്ന് കിടക്കാം. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണെന്നറിയോ? നിങ്ങൾ ഈ സിവിൽ സർവീസിന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് തന്നെ വെച്ചോ, കിട്ടട്ടെ എല്ലാവർക്കും. അഥവാ കിട്ടിയില്ല എന്ന് തന്നെ വെച്ചോ, യു വുഡ് ഹവ് ലേൺഡ് എ ഗ്രേറ്റ് സ്കിൽ. എന്താണെന്നറിയോ? ഒരു മല പോലത്തെ സാധനത്തിനെ ഇങ്ങനെ തുറന്ന് തിന്നാനുള്ളൊരു കഴിവ്, അധ്വാനിക്കാനുള്ള കഴിവ് നിങ്ങൾ നേടിക്കഴിഞ്ഞ് നിങ്ങൾ ലോകത്ത് വേറെ ഏത് ഫീൽഡിൽ പോയാലും നിങ്ങൾ യു എന്താ പറയുക, എക്സൽ. നിങ്ങൾക്ക് അധ്വാനിക്കാൻ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല, പ്രൊവൈഡഡ് യു ഡോണ്ട് ഗെറ്റ് ബോഗ് ഡൗൺ ബൈ ദ ഫാക്ട് ദറ്റ് യു ഡിഡ്ന്റ് ഗെറ്റ് ത്രൂ സിവിൽ സർവീസ്. നിങ്ങൾ തളർന്നു പോരുന്നു മനസ്സുകൊണ്ട്. നല്ലോണം അധ്വാനിക്കുക, കിട്ടിയിലെ പോട പുല്ലേന്നറിയാം. ഏതെങ്കിലും ബാങ്കോ എന്തെങ്കിലും കുന്തം നിങ്ങൾക്ക് എവിടെയെങ്കിലും വേണ്ടി അബുദാബിയിലോ സ്വിറ്റ്സർലൻഡിലോ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷേ സിവിൽ സർവീസിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ എക്സലൻസിന് സഹായകമായിട്ട് ആ അധ്വാനം എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ PSC പരീക്ഷ എഴുതി അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കല്ലേ. അതിൻ്റെ മുമ്പിൽ ഒരു യും കൂടെ ഇട്ടേക്ക്, UPSC മതി നമുക്ക്. മനസ്സിലായോ? ഇനി ഞാൻ നിന്നാൽ എൻ്റെ സമയം പോകും, നിങ്ങളുടെ സമയം പോകും, നിങ്ങൾക്ക് കുടുംബത്തെത്താനുള്ള സമയം തോന്നുന്നു. ഐ ഹോപ്പ് ദി ഇൻട്രാക്ഷൻ വാസ് ഫ്രൂട്ട്ഫുൾ. എന്തായാലും ഐ എൻജോയ് ടോക്കിംഗ് ടു യു. And I would enjoy talking to you more if any of you want any help. ഞാനത് ഇയാളോടും പറഞ്ഞു, എന്ത് ഹെൽപ്പ്. ഇനി സാമ്പത്തിക സഹായമാണോ? പഠിക്കാൻ വേണ്ടി മാത്രട്ടാ സാറേ, എന്നെ ഒരു 40 പവൻ ആഭരണം വാങ്ങി കല്യാണം കഴിപ്പിച്ചു ദയവ് ചെയ്ത് പ്ലീസ്, അതല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സിവിൽ സർവീസിന് പഠിക്കാനായിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്ലീസ് അപ്രോച്ച് മീ പേഴ്സണലി. എന്താ നിങ്ങൾ വിചാരിക്കുന്നതോ ഞാൻ ഭയങ്കര ബ്രില്യാന്ന്? അല്ല. ഈ നാട്ടിൽ ഒരുപാട് പേരുണ്ട് അതിനെ സഹായിക്കാൻ. പിന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്താൽ നിങ്ങൾ ഈ വിചാരിക്കുന്ന ചിലവൊന്നും നിങ്ങൾക്ക് വരില്ല സിവിൽ സർവീസിന് പഠിക്കാൻ. പരമാവധി 2000 രൂപ ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ താമസവും ഭക്ഷണവും ചിലവും കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഗൂഗിൾ ഭഗവാനും കൂടി രംഗത്തുള്ളതുകൊണ്ട് കേവലം 2000 രൂപയിൽ കൂടുതൽ നിങ്ങൾക്ക് ചിലവ് വരില്ല. ഞാൻ എഴുതി തരാം നിങ്ങൾക്ക്. ആ 2000 രൂപ നിങ്ങളില്ലെങ്കിൽ ഞാൻ തരാം. പറഞ്ഞാൽ മനസ്സിലായോ? പ്ലാൻ ചെയ്യണം. ഞാൻ മറ്റേ സാറേ എന്നെ ടാജിൽ താമസിപ്പിച്ചിട്ട് ഞാൻ ടാജിലാണ് സാറിനെ കിടക്കാറ് സാറേ, പക്ഷേ ഇപ്പം പൈസ ഇല്ലാത്തവനാണ്. ആ സൈസ് പറ്റില്ല. മിനിമം ലെവലിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം എന്തൊക്കെ നിങ്ങൾക്ക് വേണോ അതിനൊരുപാട് ഫൗണ്ടേഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ല, ആരെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പം പൈസ ഇല്ലെങ്കിൽ മാത്രം കേട്ടോ, ഉള്ളവനുണ്ട് മിനിമം അഭിമാനമുണ്ട്, തന്നെത്താൻ പോയി പഠിച്ചാൽ മതി. ഒരു നിവൃത്തിയില്ലെങ്കിൽ രഹസ്യമായിട്ട് തന്നെ അപ്രോച്ച് ചെയ്തോളൂ. ഐ ക്യാൻ ഹെൽപ്പ് യു. ഇനിയിപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഈ ഇരിക്കുന്ന കൂട്ടത്തിലുള്ളവർക്ക് പൈസയെക്കാളും ഒക്കെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടിവേഷനും ഈ കൺഫ്യൂഷനുമാണെന്നാണ്. അതിന് മോനെ വാപ്പത എപ്പോൾ വേണമെങ്കിലും വന്നു. പിന്നെ ഇവരെ വിടരുത്, കിട്ടിയവരെ വിടരുത്. ഇവരിപ്പോൾ ഇരിക്കുന്നത് നിങ്ങൾ നോക്കണ്ട, മറ്റന്നാത്തോട്ട് ഇവരുടെ ജാട നിങ്ങൾ നോക്കിക്കോ. എന്നാണ്
ആ ജാടയൊന്നും വകവെച്ച് കൊടുക്കരുത്. ഇന്നിവിടെ വന്നതാണ്, വലിയ ജാട കാണിക്കാൻ എന്നെ വിളിച്ചോ, ഞാൻ പിടിച്ച് നിലവിളിപ്പിച്ച് നിരട്ടിയാക്കി തരാം. അപ്പം പിന്നെ വേറൊരു കാര്യം, ഇവരെ കഴിഞ്ഞ് എൻ്റെയും ഇടയിൽ കുറേ ആൾക്കാരുണ്ട്. അതിൽ നമ്മളെപ്പോഴും നോർമലായിട്ടുള്ള അധ്വാനമാണ് നമ്മൾ മനസ്സിൽ കണക്കാക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ രാജു നാരായണ സ്വാമി, പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള മെറിൻ ജോസഫിനെ കേട്ടില്ലേ? കുട്ടിക്ക് എന്താ പറ്റിയെന്ന് മനസ്സിലായില്ല. അതിന് മുമ്പ് സിവിൽ സർവീസ് കിട്ടി, 22-ാം വയസ്സിൽ സിവിൽ സർവീസ് കിട്ടി. എന്താ കാര്യം? ആ കുട്ടി സ്റ്റീഫൻസിൽ പഠിച്ചു, അത് കഴിഞ്ഞ് റോഡ് സ്കോളർ ആവാനായിട്ടുള്ള നോമിനേഷനൊക്കെ പോയിരിക്കുന്ന സമയത്ത് വെറുതെ സിവിൽ സർവീസ് എഴുതി പോകുന്ന അതിന് പോയി കിട്ടി. ഇപ്പോഴും അതിൻ്റെ സ്ഥിതി അങ്ങനെയാണ്. എന്തേലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അക്കാഡമിഷ്യനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഷെവനിങ് എന്ന് പറഞ്ഞൊരു സ്കോളർഷിപ്പ് കിട്ടിയിട്ട് ലണ്ടനിൽ പഠിക്കാൻ പോയി. രാജു നാരായണ സ്വാമി 42 പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ 4 പുസ്തകം ഫ്രഞ്ച് യൂണിവേഴ്സിറ്റീസിൽ പഠിപ്പിക്കുക, ഞങ്ങളെ പുസ്തകമേ. അപ്പം അങ്ങനെയുള്ള സ്കോളേഴ്സിനെ എല്ലാം നമ്മൾ മനസ്സിൽ കാണേണ്ടത്. നിങ്ങൾ മനസ്സിൽ കാണേണ്ടത് എൻ്റെ മാതിരി കോഴിക്കോട് എസ് എൻ കോളേജിൽ പഠിച്ച് കഷ്ടപ്പെട്ട് പിന്നെ ഒരുപാട് പേരെ സഹായം കൊണ്ട് അങ്ങനെയുള്ള ശരാശരി ആയിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള ഫോർമുല എന്നുള്ളത് തികഞ്ഞ അധ്വാനമാണ്. ആ അധ്വാനത്തിൻ്റെ സമയത്ത് നിങ്ങൾ മറ്റെല്ലാ സന്തോഷങ്ങളും മാറ്റി വെക്കണം. ഇപ്പം ഞാൻ ഇവിടെ കോട്ടയ്ക്കിൽ പോയിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ കാണാൻ പോകും. ആ സുഹൃത്തിൻ്റെ കഥയും കൂടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. സന്ദീപ് ചക്രവർത്തി എന്നാണ് അയാളുടെ പേര്. IFS കാരാണ്, US അംബാസഡർ ആയിരുന്നു, ബെൽജിയത്തിലൊക്കെ ആയിരുന്നു, ഇപ്പം ഡൽഹിയിലുണ്ട്. അയാളുടെ ഭാര്യ കോട്ടയ്ക്കിൽ ഒഴിയാൻ വന്നിട്ട് ഞാനും എൻ്റെ വൈഫ് ഇപ്പോൾ അവരെ കണ്ടിട്ട് അവർ യാത്രയാക്കാൻ പോവാം. അവൻ ചെയ്തൊരു തെമ്മാടിത്തരം നിങ്ങൾക്കറിയാം, നിങ്ങൾ ആരും ചെയ്യാൻ പാടില്ലാത്തൊരു തെമ്മാടിത്തരാണ്. ആന്ത്രപ്പോളജിയാണ് ഞങ്ങൾ പഠിക്കുന്ന ഒരു 10 പേര് ഒന്നിച്ചുകൂടി വികാസ്പുരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡൽഹിയിൽ ഒരു വീടെടുത്ത്, അത് സന്ദീപിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. എടുത്ത് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു, പഠിപ്പിക്കുന്നു. ഇപ്പോൾ ആന്ത്രപ്പോളജിക്ക് 2 ആസ്പെക്ട്സ് ഉണ്ട്. ഇപ്പോൾ അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല. ഒന്ന് ഫിസിക്കൽ ആന്ത്രപ്പോളജിയും ഒന്ന് കൾച്ചറൽ ആന്ത്രപ്പോളജിയും. ഏതെങ്കിലും ഒന്ന് ഓപ്ഷനിലാണ്, ഏതെങ്കിലും ഒന്ന് എടുക്കാം നമുക്ക്. 9 പേര് ഫിസിക്കൽ ആന്ത്രപ്പോളജിയും, സന്ദീപ് മാത്രം കൾച്ചറൽ ആന്ത്രപ്പോളജി. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് ഇത് പഠിക്കാൻ പറ്റുന്നില്ല, ഭയങ്കരതായി. അവനാണെങ്കിൽ അന്ന് സ്വീഡിഷ് എംബസിയിൽ ഒരു ജോലിയുണ്ട്. അന്ന് സിവിൽ സർവീസ് കയറി കഴിഞ്ഞപ്പം 6000 രൂപ ശമ്പളം കിട്ടുന്ന എനിക്ക് 30,000 രൂപയായിരുന്നു സന്ദീപിന് സ്വീഡിഷ് എംബസിയിലെ ശമ്പളം. പഠിച്ച് പ്രാന്തായി, ഇത് പഠിച്ചിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ തോന്നി. ഇവനെന്ത് വെച്ചാൽ പരീക്ഷ മെയിൻ എക്സാമിൻ്റെ 10 ദിവസം മുമ്പേ അവൻ പറഞ്ഞു, ഞാൻ ഇനി ഇല്ല സിവിൽ സർവീസിന്, ഞാൻ പഠിത്തം നിർത്താമെന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇല്ലില്ല നീ പഠിക്കുന്നത്. അവൻ ഇല്ലല്ലോ, നിങ്ങളെല്ലാവരും ഫിസിക്കൽ ആന്ത്രപ്പോളജി പഠിക്കുന്നത്, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ലെവി സ്ട്രോസ് ശരിയാവുന്നില്ല, അയാൾ ശരിയാവുന്ന ആന്ധ്രപത്തെ കള്ളനാണ്, MN ശ്രീനിവാസ് അതിനേക്കാളും വലിയ കള്ളൻ. ഏത് ആന്ത്രപ്പോളജിക്കൽ സ്കോളേഴ്സിൻ്റെ പേരായിട്ട് പറയുന്നത്. ഇവരെല്ലാവരും ചീത്ത വിളിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇതൊന്നും നീ എന്ത് അവസാനം എന്ത് പറയാം. അന്ന് രംഗീല സിനിമ ഇറങ്ങി, തൻഹ സിനിമ. അപ്പോൾ അത് വികാസ്പുരിയിലുള്ള തിയേറ്ററിൽ ഇത് വരികയും ചെയ്തു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ രംഗീല കാണാൻ പോവാം. ആരൊക്കെ എൻ്റെ കൂടെ വരുന്നുണ്ട് രംഗീല? അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പം നമ്മളിങ്ങനെ ഈ പഠിത്തത്തിൻ്റെ തീച്ചുളയിൽ ഇങ്ങനെ ഇരിക്കുക. 10 ദിവസമുണ്ട് പരീക്ഷയ്ക്ക്. അപ്പോൾ അതിനിടയിൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ട്. രംഗീല, ഊർമിള മത്തോൺകർ, വേണ്ട പഠിക്കാം, ഇങ്ങനെ ഇരിക്കുക. അവസാനം ഞങ്ങളെല്ലാവരോടും ഇവനെ മുറിയിൽ നിന്ന് ചവിട്ടി പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇതിനെ കാണണ്ട പുസ്തകം എന്നിട്ട് പുറത്താക്കി. ബാക്കി ഞങ്ങളെല്ലാവരും പഠിക്കാൻ തുടങ്ങി. വീണ്ടും പ്രലോഭനം. ഇവനെ പടിയടച്ച് പെണ്ണ വെച്ച്, ഇനി നിന്നെ ബാത്ത് കണ്ടുപോയത്, അവനാണ് പാവം നമുക്ക് വീടൊക്കെ എടുത്തത്. ഇപ്പോൾ പിടിച്ച് പുറത്താക്കി. ഇവൻ പഠിച്ചില്ല. ഇവൻ പിറ്റേന്ന് തൊട്ട് ഓഫീസിൽ പോകാൻ തുടങ്ങി. ഏത് സ്വീഡിഷ് എംബസിയിൽ അവൻ്റെ പഴയ ജോലിക്ക് അവൻ പോകാൻ തുടങ്ങി. പരീക്ഷയുടെ അന്ന് രാവിലെ ഞാൻ അവൻ്റെ സ്കൂട്ടർ എടുത്തിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോകാൻ പോണേ. ഞാൻ രാവിലെ അവിടെ ചെന്നപ്പോൾ ഒരു ബർമുട ഇട്ടിട്ട് പല്ല് കേൾക്കാണ്ട് ഇങ്ങനെ ഗേറ്റുമ്മൽ നിൽക്കുക സന്ദീപ്. ഞാൻ ഇതിൻ്റെ സ്കൂട്ടർ അവിടെ അമ്മേൻ്റെ അടുത്ത് നീ പോയി എടുത്തു. ഞാൻ പോയി അമ്മയുടെ അവൻ ബംഗാളിയാണ്. അപ്പം ചെന്നിട്ട് അവൻ്റെ അമ്മയുടെ അടുത്ത് സ്കൂട്ടറിൻ്റെ താക്കോലെടുത്തപ്പോൾ അമ്മ പറഞ്ഞു, മോനെ നിങ്ങളെല്ലാവരും ഒന്നിച്ച് പഠിച്ചാൽ അവൻ്റെ ഹോൾ ടിക്കറ്റ് ഉണ്ട്, അവനോടൊന്ന് പോയി എഴുതാൻ പറ എന്നാണ്. ഞാൻ പറഞ്ഞു, അവന് പ്രാന്താണമ്മേ, മുമ്പ് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ അവൻ്റെ അമ്മയും അവൻ്റെ പെങ്ങളും ഞാനും കൂടെ പോയി വീണ്ടും പറ്റൂല, വൃത്തിയുടെ ജോലി, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, മോശം, ചീത്ത ബഹളം. കുറേ നിർബന്ധിച്ചിട്ട് അവൻ പല്ല് തേക്കാണ്ട് അതേ രൂപത്തിൽ ഒരു പാൻറ്റ് വലിച്ച് കയറ്റിയിട്ട് അവൻ്റെ സ്കൂട്ടറിൽ ഞാൻ ഓടിക്കുന്നു, അവൻ എൻ്റെ പുറകെ ഇരിക്കുന്നത്. അവൻ്റെ സെൻറ്ററിൽ ഞാൻ അവനെ കൊണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ സെൻറ്ററിൽ എത്തിയപ്പോൾ 9:15 ഉള്ളിലിരിക്കണം. ഞാൻ എത്തിയപ്പോൾ 9:20 കഴിഞ്ഞ്. ഇൻവിലേറ്റർ പറഞ്ഞ് കയറാൻ പറ്റില്ലാന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, എൻ്റെ ജീവിതമുണ്ട് സാറേ. കയ്യും കാലും പിടിച്ച് ഒരുവിധം അതിനകത്ത് കയറി ഞാൻ പരീക്ഷ എഴുതി. ഈ തെണ്ടിക്ക് 52ാമത്തെ റാങ്ക്. മനസ്സിലായോ? ഒന്ന് ആലോചിച്ച് നോക്ക്. 52ാമത്തെ റാങ്കും കിട്ടി, അവൻ IFSും കിട്ടി നടക്കുക. കൂടെ കിട്ടിയ ഒരേ ഒരാൾ ഞാൻ. പിന്നെ വേറൊരാൾക്ക് കിട്ടിയത് IRS. ബാക്കി 7 പേർക്ക് കിട്ടിയില്ല. ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നു, ആ 10 ദിവസത്തെ അവരുടെ ഡീമോട്ടിവേഷൻ
സന്ദീപിൻ്റെ ആ വാർത്ത, സന്ദീപിനെ അറിയില്ല സന്ദീപിൻ്റെ കഴിവെന്താണെന്നല്ലേ. മനസ്സിലായില്ലേ? സന്ദീപിൻ്റെ ഭാര്യ തരുൺ ഇപ്പോൾ കോട്ടക്കിലുണ്ട്. അവരെ ഞാൻ ഇപ്പോൾ കാണും, ഇപ്പം ഞാൻ പോകുന്ന വഴിക്ക് കാണും. അപ്പം ഒരിക്കലും നിങ്ങൾ ഈ ഒരു പണി സുഹൃത്തുക്കളോട് ചെയ്യരുത്. നിങ്ങൾ ഒന്നിച്ചിരുന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടെന്ന് അഥവാ തോന്നിയെന്ന് വെച്ചോ, പണ്ടാണെങ്കിൽ എവിടെയെങ്കിലും പോയി നശിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. എനിക്ക് ഉറപ്പാണ് അവൻ ആ ഒരു കൺഫ്യൂഷൻ. കാരണം വെച്ചാൽ ഈ കൂട്ടത്തിലുള്ള ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നറിയോ, അതിലൊരു 3 പേര് അതിൻ്റെ പിറ്റേന്നായിട്ട് പോയി രംഗീൽ സിനിമ കണ്ടിട്ട് വന്നാൽ ഞാൻ അറിഞ്ഞു. പിന്നെ കാരണം എന്താ പറയുക, ഇതൊരു തീക്ഷ്ണമായ തപസ്സാണ്, മനസ്സിലായില്ലേ? ആ സമയത്തൊരു ഡിസ്ട്രാക്ഷൻ മൈറ്റ് ബി വെരി കോസ്റ്റ്ലി. ആ സമയത്ത് രംഗീല സിനിമ ഉണ്ടാകുന്ന അപകടം എന്താ നിങ്ങൾക്കറിയോ? അടുത്ത 4 ദിവസം ഊർമിള മത്തോൺകറായിരിക്കും. നമുക്ക് മെയിൻസ് ഒന്നും ഓർമ്മ വരില്ലെന്ന്. മനുഷ്യനല്ലേ, ഈ വേണ്ടാത്ത പണിക്ക് പോകാൻ പാടുമോ? അപ്പോൾ ആ 7 പേരുടെ ചോരക്കറ, എന്താണ് ചോരക്കറ? സിവിൽ സർവീസ് കിട്ടാത്തതിലുള്ള ആ രക്തസാക്ഷിത്വത്തിൻ്റെ പങ്ക് സന്ദീപിനുള്ള. ഒരിക്കലും അത് ചെയ്യരുത്. ഒരിക്കലും അവനവനെ ഗെയ് ചെയ്യാൻ നോക്കരുത്. നിങ്ങൾ പരമാവധി അധ്വാനിക്കുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ മോനെ വാപ്പതാണ്, എന്നെ പോലെയോ അതെ അല്ലെങ്കിൽ എന്നെ പോലെയുള്ള മറ്റ് സിവിൽ സർവീസിൻ്റെ അടുത്തോ നിങ്ങൾ വരിക. വിൽ ഗൈഡ് യു. നമ്മൾ പറഞ്ഞുതരാം എന്താ വേണ്ടതെന്നുള്ളത്. നെവർ ജഡ്ജ് യുവർ സെൽഫ്, നെവർ ജഡ്ജ് യുവർ ഫെലോസ്. കീപ് അധ്വാനിച്ച് മരിക്കണേ, മനസ്സിലായോ? ദാറ്റ് ഈസ് എക്സലൻസ്. സോ ഐ വിൽ കോൾ ഇറ്റ് എ ഡേ. താങ്ക് യു വെരി വെരി മച്ച്.